2025 സെപ്റ്റംബർ 2 കരീബിയൻ കടലിന് മുകളിലൂടെ റോന്തു ചുറ്റി പറക്കുകയായിരുന്ന അമേരിക്കൻ സൈനിക ഡ്രോണിന്റെ കണ്ണിൽ 12 മീറ്റർ നീളമുള്ള ഒരു ഫിഷിംഗ് ബോട്ട് പെടുന്നു. പ്രദേശത്തെ മീൻപിടുത്തക്കാരുടെ മാത്രമല്ല മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ കൂടി ഇഷ്ടഗതാഗത മാർഗമാണ് ഈ മോട്ടറൈസ്ഡ് ബോട്ടുകൾ. സാധാരണഗതിക്ക് അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത റെസ്പോൺസ് കോസ്റ്റ് ഗാർഡിനെ പറഞ്ഞയച്ച് അത് മീൻപിടുത്തക്കാരാണോ അതോ ഡ്രഗ് ട്രാഫിക്കേഴ്സ് ആണോ എന്ന് പരിശോധിക്കുക എന്നതാണ്. എന്നാൽ ഇക്കുറി അമേരിക്കൻ സൈന്യം ചെയ്തത് ആ ബോട്ടിനെ നേരെ ബോംബിട്ട് തകർത്ത് കളയുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ അതുപോലെ മറ്റൊരു ബോട്ട് കൂടി അമേരിക്കൻ സൈനിക ഡ്രോൺ കണ്ടെത്തി. അതിന്റെ ഗതിയും മറ്റൊന്നായിരുന്നില്ല. തുടർന്നുള്ള ആഴ്ചകളിൽ തുടർച്ചയായി അമേരിക്കൻ സൈന്യം ഇതുപോലെ നിരവധി ബോട്ടുകൾ തകർത്തു. ആ ബോട്ടുകളിൽ സഞ്ചരിച്ചിരുന്നവരും ഈ ബോംബിങ്ങുകളിൽ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരെല്ലാം മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘങ്ങളിലെ അംഗങ്ങളാണെന്ന് ട്രംപ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അമേരിക്കൻ മണ്ണിലേക്ക് കടത്തപ്പെടുന്ന മയക്കുമരുന്നിന്റെ നല്ലൊരു അംശവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊളംബിയ, പെറു, മെക്സിക്കോ, ബൊളീവിയ എന്നീ രാജ്യങ്ങളിലാണെങ്കിലും ട്രംപിന്റെ രോഷത്തിനിരയായത് മറ്റൊരു തെക്കൻ അമേരിക്കൻ രാജ്യമാണ് വെനിസ്വേല. അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് ട്രാഫിക്കിങ്ങിന് പിന്നിൽ കറാക്കാസ് ആണ് എന്നും അവിടെ കാര്യങ്ങൾ നടക്കുന്നത് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ മോറോസിന്റെ മൗനാനുവാദത്തോടെയും അനുഗ്രഹാശിസുകളോടെയും പരിപൂർണ പിന്തുണയോടും കൂടിയാണ് എന്നും അമേരിക്ക ആരോപിച്ചു. കർശനമായ നടപടികൾ പ്രതീക്ഷിക്കാമെന്ന US മുന്നറിയിപ്പ് ശരിയായിരുന്നു എന്ന് ലോകം തിരിച്ചറിയുന്നത് വളരെ വൈകി മാത്രമാണ്. 2026 ജനുവരി 3 അമേരിക്കൻ സൈന്യത്തിന്റെ USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന അത്യാധുനിക വിമാനവാഹിനി കപ്പലും അതിന്റെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പും വെനിസ്വേലൻ തീരത്തേക്ക് ഡിപ്ലോയ് ചെയ്യപ്പെട്ടു. അടുത്തതായി അവിടെ CIA കാർമ്മികത്വത്തിൽ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന പേരിൽ അരങ്ങേറുന്നത് ഏറെ നിർണായകമായ ഒരു ദൗത്യം തന്നെയാണ്. മാസങ്ങൾ നീണ്ടുനിന്ന ഇന്റലിജൻസ് വർക്കിന്റെയും റിഹേഴ്സലുകളുടെയും മിലിറ്ററി ബിൽഡപ്പിന്റെയും എല്ലാം ഫലം. അമേരിക്കൻ സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് സ്ക്രാമ്പിൾ ചെയ്ത 150-ൽ പരം യുദ്ധവിമാനങ്ങൾ, അസോൾട്ട് ചോപ്പറുകൾ വഴി കെട്ടിയിറക്കിയ 100 കണക്കിന് ഡെൽറ്റ ഫോഴ്സ്, നൈറ്റ് സ്റ്റോക്കേഴ്സ് അടക്കമുള്ള സ്പെഷ്യൽ ഫോഴ്സസ് കമാൻഡോകൾ. കാര്യമായ യാതൊരു പ്രതിരോധവും വെനിസ്വേലൻ ഇന്റലിജൻസ് ഫോഴ്സുകളിൽ നിന്നോ പോലീസിൽ നിന്നോ സൈന്യത്തിൽ നിന്നോ ഈ ഓപ്പറേഷന് നേരിടേണ്ടി വന്നില്ല. പ്രസിഡൻഷ്യൽ കോമ്പൗണ്ടിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കയറ്റി ഈ കമാൻഡോ സംഘം വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ, ഭാര്യ സിലിയ ഫ്ലോറസ് എന്നിവരെ കരീബിയൻ കടലിൽ കാത്തുനിന്ന USS ഐവോ ജ്യൂമോ എന്ന പടക്കപ്പലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അവരെ അമേരിക്കൻ മണ്ണിലേക്കും എത്തിച്ചു. നിലവിൽ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും അമേരിക്ക പാർപ്പിച്ചിരിക്കുന്നത് ന്യൂയോർക്കിലെ ഒരു ഹൈ സെക്യൂരിറ്റി ഡിറ്റൻഷൻ ക്യാമ്പിലാണ്. അമേരിക്ക ഇത് ആദ്യമായിട്ടല്ല ഏതെങ്കിലും ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിലേക്ക് കടന്നു കയറി ഇങ്ങനെ അവിടുത്തെ രാഷ്ട്ര തലവനെ തട്ടിക്കൊണ്ടുപോകുന്നത്. 1989 പനാമയിലേക്ക് അതിക്രമിച്ചു കയറി അന്നത്തെ ഭരണാധികാരി ജനറൽ മാനുവൽ നൊറിയേഗയെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കൻ മണ്ണിൽ വിചാരണ ചെയ്ത് വർഷങ്ങൾ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിച്ച് ഒടുവിൽ അയാൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മോചിപ്പിച്ച ചരിത്രവും അമേരിക്കയ്ക്കുണ്ട്. അന്നും മറ്റൊരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കൈകടത്താൻ വേണ്ടി അമേരിക്ക പറഞ്ഞ ന്യായം നാർക്കോ ടെററിസത്തിനെതിരായിട്ടുള്ള കർശന നടപടി എന്നത് തന്നെയായിരുന്നു. അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ച് പരിമിതമായ പരിജ്ഞാനം മാത്രമുള്ള ആർക്കും ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഈ സംഭവവികാസങ്ങൾ കാണുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. വെനിസ്വേലയിലെ ഒരു ഏകാധിപതിയായാണ് പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ ഭരിച്ചിരുന്നത് എന്നും അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുമാണ് വാർത്തകളിലും മറ്റും നമ്മൾ കാണുന്നത്. ലോകത്ത് ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യമായിരുന്നിട്ടും വെനിസ്വേലയിൽ പട്ടിണി വ്യാപകമായി, പണപ്പെരുപ്പം കൂടി, അവിടെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു. 3-ാം തവണ മഡൂറോ പ്രസിഡന്റ് ആയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചിട്ടാണ് എന്ന് മറ്റൊരു ആരോപണവുമുണ്ട്. 2014-ലും 2017-ലും രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളെ അതിക്രൂരമായിട്ടാണ് പ്രസിഡന്റ് അടിച്ചമർത്തിയത്. അങ്ങനെ വെനിസ്വേലക്കാർ കൂട്ടത്തോടെ രാജ്യം വിടുന്ന അവസ്ഥ വരെ എത്തി. വെനിസ്വേലയിൽ മഡൂറോയുടെ ഭരണത്തിനെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ മരിയ കോറിന മച്ചോഡോയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഏകാധിപതിയുടെ ഭരണം എത്രമാത്രം ക്രൂരമായിരുന്നിരിക്കണം എന്നൊരാൾ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അവശേഷിക്കുന്ന സംശയം ഇതാണ്: വെനിസ്വേലയിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നമ്മൾ ആർക്കൊപ്പം നിൽക്കണം, ആരെ അപലപിക്കണം? യുദ്ധക്കൊതിയനും മാനുഷിക നീതികളോട് നിരന്തരം മുഖം തിരിക്കുന്ന ഒരാളുമായ ട്രംപിനെ അപലപിച്ച് മഡൂറോയ്ക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ അത് ഏകാധിപതിയായ ഒരു രാജ്യത്തെ പിന്നോട്ട് നയിക്കുന്ന മഡൂറോയെ പിന്തുണയ്ക്കുകയാവില്ലേ? എന്ന് കരുതി ട്രംപിനെ പിന്തുണച്ചാൽ അത് മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിക്കും അയാളുടെ പരമാധികാരത്തിനും നേർക്ക് കടന്നു കയറുന്നവരെ പിന്തുണയ്ക്കലാവില്ലേ? ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ലോക ചരിത്രത്തിലൂടെ കുറച്ചധികം പിന്നിലേക്ക് പോകേണ്ടി വരും. 1776-ൽ അമേരിക്ക എന്ന സ്വതന്ത്ര രാജ്യം ഉണ്ടായതിനു ശേഷമുള്ള 2.5 നൂറ്റാണ്ടോളം കാലം ഏതേതൊക്കെ പരമാധികാര രാജ്യങ്ങൾക്ക് നേരെ കടന്നു കയറി ആക്രമണങ്ങൾ നടത്തി അമേരിക്കയ്ക്ക് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ആ ചിത്രം വ്യക്തമാകൂ.
18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിൽ അടിമത്തത്തിന്റെയും കൊളോണിയൽ ആധിപത്യത്തിന്റെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് കുതിച്ച അമേരിക്ക പിന്നീട് അങ്ങോട്ട് ലോകമഹായുദ്ധങ്ങളുടെ ചിറകിലേറി ഒരു ഗ്ലോബൽ സൂപ്പർ പവറായി വളർന്നതിന്റെ കഥ. ലോകത്തിന്റെ ഓരോ കോണിലേക്കും സ്വതന്ത്ര ജനാധിപത്യത്തിന്റെ വെളിച്ചമെത്തിക്കാൻ എന്ന പേരിൽ ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ആ രാജ്യം നടത്തിയിട്ടുള്ള തുടർച്ചയായ അധിനിവേശങ്ങളുടെയും ചരടുവലികളുടെയും കഥ അത് വല്ലാത്തൊരു കഥയാണ്. ഒരു ഗ്ലോബൽ സൂപ്പർ പവർ എന്ന നിലയിലേക്കുള്ള അമേരിക്കൻ ഐക്യനാടുകളുടെ വളർച്ച യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് പ്രധാനമായും 3 ഘടകങ്ങളാണ്. ഒന്ന്, അമേരിക്കയുടെ ലോങ് ടേം എക്കണോമിക് സ്ട്രെങ്ത്. രണ്ടാമത്തേത്, ഭൂമിശാസ്ത്രപരമായ അമേരിക്കയുടെ മേൽക്കൈ. 3, എല്ലാ കാലത്തും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള സ്ട്രാറ്റജിക് തിങ്കിങ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ അമേരിക്ക കാർഷിക രംഗത്ത് കാര്യമായ അഭിവൃദ്ധി നേടിക്കഴിഞ്ഞിരുന്നു. രാജ്യത്തെ ജനങ്ങളുടെ വിശപ്പടക്കാൻ വേണ്ടി മാത്രമല്ല, വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്ത് അധിക വിള മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാവുന്ന നിലയിലേക്ക് രാജ്യം വളർന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെയുണ്ടായ സർപ്ലസ് വെൽത്ത് നൽകിയ അസ്ഥിവാരത്തിൽ നിന്നാണ് അമേരിക്ക വളരെ നേരത്തെ തുടങ്ങി സാങ്കേതിക വിദ്യയിലും വ്യവസായങ്ങളിലും മറ്റു രാജ്യങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലേക്ക് പോയത്. ഏറ്റവും പ്രധാനം അമേരിക്കയുടെ ജോഗ്രഫിക്കൽ പൊസിഷനിങ് തന്നെയാണ്. മറ്റുള്ള രാജ്യങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ ചെന്ന് ആക്രമിക്കാൻ പറ്റാത്ത വിധത്തിൽ ജോഗ്രഫിക്കലി ഐസൊലേറ്റഡ് ആയിട്ടാണ് അമേരിക്ക എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഒരു വശത്ത് പസഫിക് മഹാസമുദ്രവും മറുവശത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രവും അമേരിക്കയ്ക്ക് വേണ്ട സുരക്ഷ നൽകുന്നു. യൂറോപ്പിലും ഏഷ്യയിലും ചക്രവർത്തിമാരുടെ അധിനിവേശങ്ങൾ തുടർച്ചയായി അരങ്ങേറിയപ്പോഴും അമേരിക്ക അത്തരം സാമ്രാജ്യത്വ അശ്വമേധങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്നത് ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടുകൂടിയാണ്. ജിയോ പൊളിറ്റിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ അമേരിക്ക ഇരിക്കുന്നത് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നിവ അടങ്ങിയ വേൾഡ് ഐലൻഡിന് വെളിയിലാണ്. ആഗോള സംഘർഷങ്ങളുടെ കർമ്മഭൂമി എന്നാണ് സുപ്രസിദ്ധ ബ്രിട്ടീഷ് ജിയോ സ്ട്രാറ്റജിസ്റ്റായ ഹാൾഫോർഡ് മാക്കിൻഡർ തൻ്റെ ഹാർട്ട്ലാൻഡ് തിയറിയിൽ ഈ വേൾഡ് ഐലൻഡിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ വേൾഡ് ഐലൻഡിലെ ശക്തികൾ നിരന്തര വൈരത്തിലും പരസ്പരം ശക്തി ചോർത്തിക്കളയുന്ന തുടർച്ചയായ യുദ്ധങ്ങളിലും കുടുങ്ങിക്കിടക്കുമ്പോൾ അമേരിക്ക അതിൻ്റെ സുരക്ഷിതമായ സ്ഥാനത്തിരുന്നു കൊണ്ട് അവരെക്കാളൊക്കെ ശക്തി ആർജിച്ചു വന്നു എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ കാലത്തും തങ്ങളുടെ ഈ ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജിനെ വളരെ തന്ത്രപരമായി ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. പ്രധാന യുദ്ധങ്ങളിലെല്ലാം അത് നേരത്തെ ചെന്ന് ഇടപെട്ട് നഷ്ടം വരുന്നതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. കൃത്യമായി നിർണായക ഘട്ടങ്ങളിൽ ഇടപെടൽ നടത്തുന്ന അമേരിക്കയ്ക്ക് മിക്കപ്പോഴും നേട്ടങ്ങൾ മാത്രമാണ് യുദ്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും തങ്ങളുടെ അതിർത്തികൾക്ക് പുറമേയുള്ള കോൺഫ്ലിക്റ്റ് സോണുകളിൽ പോലും അമേരിക്കയ്ക്ക് തങ്ങളുടെ താല്പര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ്. അതിനുള്ള തന്ത്രങ്ങൾ അവർ മെനഞ്ഞത് പല കാലങ്ങളിലായി മുന്നോട്ട് വച്ചിട്ടുള്ള നിരവധി സിദ്ധാന്തങ്ങൾ വഴിയും. അമേരിക്ക ഇങ്ങനെ ലോക പോലീസ് കളിക്കുന്നതിൻ്റെ അടിവേരുകൾ ചികഞ്ഞു ചെന്നാൽ നമ്മൾ എത്തി നിൽക്കുക അതിനായി മുന്നോട്ട് വെച്ചിട്ടുള്ള ചില സിദ്ധാന്തങ്ങളിലാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തേത് മൺട്രോ ഡോക്ട്രിനാണ്. 1823 അന്നത്തെ പ്രസിഡന്റായിരുന്ന ജെയിംസ് മൺട്രോ ഒരു പ്രഖ്യാപനം നടത്തി. തെക്കേ വടക്കേ അമേരിക്കകൾ ഉൾപ്പെടുന്ന വെസ്റ്റേൺ ഹെമിസ്ഫിയർ അഥവാ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ ഇനി മേലിൽ യൂറോപ്യൻ ശക്തികളുടെ കൊളോണിയൽ അശ്വമേധങ്ങൾ പാടില്ല എന്ന്. അമേരിക്ക എന്ന രാജ്യം ലോകത്തിനു മുന്നിൽ ആദ്യമായി അതിൻ്റെ സ്വാധീന ശക്തി പ്രഖ്യാപിച്ച മുഹൂർത്തമായിരുന്നു അത്. അന്ന് അമേരിക്ക ഇന്നത്തെ പോലെ ഒരു ഗ്ലോബൽ സൂപ്പർ പവർ ഒന്നും ആയിട്ടില്ല. എന്നാലും ഈ സിദ്ധാന്തം US-നെ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളുടെ കാവലാളാക്കി മാറ്റുന്നു. 1823 മൺട്രോ തുടങ്ങി വെച്ചത് 1904 വന്ന റൂസ്വെൽറ്റ് കൊറോളറിയോടെ കൂടുതൽ വ്യക്തത ആർജിച്ചു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന തിയോഡർ റൂസ്വെൽറ്റ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം ആഭ്യന്തര ക്രമസമാധാനം നിലനിർത്തുന്നതിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ വിദേശ കടം പരിധി വിട്ട് പോവുകയോ ചെയ്താൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് അവകാശമുണ്ട് എന്നാണ്. റൂസ്വെൽറ്റ് ആ പറഞ്ഞതിലൂടെ അമേരിക്കയ്ക്ക് ഒരു ഇന്റർനാഷണൽ പോലീസ് പവർ ഉണ്ട് എന്ന അവകാശവാദമാണ് ഫലത്തിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. അതോടെ കാര്യങ്ങൾ യൂറോപ്യൻ ശക്തികൾക്കുള്ള താക്കീത് എന്നതിൽ നിന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കു മേലെ അമേരിക്കയ്ക്കുള്ള മേൽക്കോയ്മയായിട്ട് മാറി. 2ാം ലോക മഹായുദ്ധത്തിന് പിന്നാലെ ആരംഭിച്ച ശീതയുദ്ധകാലത്ത് ഈ പോലീസിംഗ് റോൾ ട്രൂമൻ ഡോക്ട്രിൻ വഴി വെസ്റ്റേൺ ഹെമിസ്ഫിയറും കടന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു. 1947 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഹാരി ട്രൂമൻ പ്രഖ്യാപിച്ചത്, കമ്മ്യൂണിസം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന രാജ്യങ്ങൾ അത് ലോകത്തിൽ എവിടെയാണെങ്കിലും അവയെ സഹായിക്കാൻ അമേരിക്കയ്ക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്നാണ്. ട്രൂമാൻ്റെ ഈ പ്രഖ്യാപനത്തോടെയാണ് സത്യത്തിൽ അമേരിക്ക എന്ന രാജ്യം ഇന്ന് കാണും വിധത്തിലുള്ള ഗ്ലോബൽ പോലീസിംഗ് റോളിലേക്ക് എത്തിപ്പെടുന്നത്. അമേരിക്കയുടെ ലോക പോലീസ് കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈയടുത്ത് നടന്നിട്ടുള്ള പല രാഷ്ട്രീയ ചർച്ചകളിലും ഉയർന്നു കേട്ടിട്ടുള്ള ഒരു സിദ്ധാന്തം കൂടിയുണ്ട്. അതറിയപ്പെടുന്നത് ഡോൺറോ ഡോക്ട്രിൻ എന്നാണ്. 2025 ജനുവരി 8 കൈറ്റ്ലിൻ ഡൂൺബോസ് ന്യൂയോർക്ക് പോസ്റ്റ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൻ്റെ തലക്കെട്ടായിട്ടാണ് അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അമേരിക്ക വെനസ്വേലയിൽ നടത്തിയ സൈനിക ഓപ്പറേഷൻ ന്യായീകരിക്കാൻ വേണ്ടി ട്രംപ് തന്നെ ഈ അടുത്ത് ഈ വാക്ക് പലതവണ പ്രയോഗിച്ചിട്ടുണ്ട്. മൺട്രോ ഡോക്ട്രിനെ ഇന്നത്തെ സാഹചര്യത്തിൽ പുനർവ്യാഖ്യാനം ചെയ്യുന്ന ഒന്നാണത്.
CNN ജനപ്രിയ പരിപാടിയായ ഇൻസൈഡ് പൊളിറ്റിക്സിൽ അതിന്റെ അവതാരകനായ ഡേവിഡ് സാങ്കർ ഡൊൺറോ ഡോക്ടറിനെ വ്യാഖ്യാനിച്ചത് വി അസെറ്റ് ദ റൈറ്റ് ടു ഗോ ഇൻ ടു എനി കൺട്രി ഹൂസ് ഇന്റർണൽ ട്രബിൾസ് ആർ ക്രിയേറ്റിംഗ് എ ത്രെറ്റ് ടു അസ് ഇൻ ദ റീജിയൻ എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കലഹങ്ങൾ അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ആ രാജ്യത്തിലേക്ക് കടന്നു കയറാനുള്ള അവകാശമുണ്ട് എന്നർത്ഥം. ലോകത്തിലെ ഒരു നിർണായക ശക്തിയായി അമേരിക്കൻ ഐക്യനാടുകളെ മാറ്റിയത് സത്യം പറഞ്ഞാൽ 2 ലോകമഹായുദ്ധങ്ങളാണ്. 1914 45 ഇടയിലുള്ള 3 പതിറ്റാണ്ട് കാലം കൊണ്ട് അമേരിക്ക ഒരു പ്രാദേശിക ശക്തി എന്ന നിലയിൽ നിന്ന് ഒരു ഗ്ലോബൽ എക്കോണമിക് ആൻഡ് മിലിറ്ററി സൂപ്പർ പവർ എന്ന നിലയിലേക്ക് വളർന്നു കഴിഞ്ഞിരുന്നു. 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസൺ ലോക സമാധാനത്തിനു വേണ്ടി 14 പോയിന്റ്സ് എന്ന പേരിൽ ഒരു നയരേഖ മുന്നോട്ട് വയ്ക്കുന്നു. ലീഗ് ഓഫ് നേഷൻസ് എന്ന പേരിൽ ലോകരാജ്യങ്ങളുടെ ഒരു സംഘടന ഉണ്ടായി വരാൻ അന്ന് അദ്ദേഹം ഒരു നിമിത്തമായി. ഈ നീക്കങ്ങൾ ആഗോള നയതന്ത്ര രംഗത്ത് അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന ഭാഗധേയത്തിന്റെ സൂചകമായിരുന്നുവെങ്കിലും ഒടുവിൽ അതേ US തന്നെ ലീഗ് ഓഫ് നേഷൻസിൽ ചേരാതെ മാറി നിൽക്കുന്നതും നമ്മൾ കണ്ടു. പിന്നീട് 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും അമേരിക്ക ആദ്യം അതിൽ കക്ഷിയേരാതെ മാറി നിന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ സംഭവിച്ച കനത്ത ആൾനാശവും ധനനഷ്ടവും അപ്പോഴേക്കും അമേരിക്കൻ ജനതയുടെ ഉള്ളിൽ ഇനിയൊരു യുദ്ധമേ വേണ്ട എന്ന വികാരമുണ്ടാക്കിയിരുന്നു. ഐസൊലേഷനിസം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രതീതി വളരെ ശക്തമായിരുന്നു. അതിനു പുറമെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ആവേശിച്ചിരുന്ന ദ ഗ്രേറ്റ് ഡിപ്രഷന്റെ കാലത്തെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് രാജ്യം കഷ്ടിച്ച് മോചനം നേടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് സഖ്യസേനയുടെ അനുഭാവം കാത്തുസൂക്ഷിച്ച് സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നുവെങ്കിലും നേരിട്ട് സൈന്യത്തെ ഇറക്കി യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ജപ്പാൻ പേൾ ഹാർബറിൽ അമേരിക്കൻ നാവിക ബേസിനെ ആക്രമിച്ചതോടെ ചിത്രം മാറുന്നു. അമേരിക്ക നേരിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കുചേരുന്നു. ഈ യുദ്ധകാലത്ത് അമേരിക്കൻ ഫാക്ടറികളിൽ പലതും സിവിലിയൻ പ്രൊഡക്ഷൻ വിട്ട് വാർ പ്രൊഡക്ഷനിലേക്ക് മാറുന്നു. അന്നോളം കാറും ട്രക്കും മറ്റും നിർമ്മിച്ചിരുന്ന ഡെട്രോയിറ്റിലെ ഫാക്ടറികളിൽ പലതും അതോടെ ടാങ്കുകളും വിമാനങ്ങളും കപ്പലുകളും ആയുധങ്ങളുമൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു തുടങ്ങി. ഈ പടക്കോപ്പുകളും വാഹനങ്ങളും മറ്റും അമേരിക്കയ്ക്ക് മാത്രമല്ല സഖ്യശക്തികൾക്ക് മൊത്തത്തിൽ ഊർജം പകർന്നു. 40-ൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഒരു റേഡിയോ പ്രസംഗത്തിൽ നടത്തിയ പരാമർശം പിന്നീട് ഈ കാലഘട്ടത്തിലെ അമേരിക്കൻ നിലപാടുകളുടെ സൂചകമായിട്ട് മാറി. വി മസ്റ്റ് ബി ദ ഗ്രേറ്റ് ആർസണൽ ഓഫ് ഡെമോക്രസി എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഈ ആർസണൽ ഓഫ് ഡെമോക്രസി എന്ന പദം ഇവിടെ സൂചിപ്പിക്കുന്നത് വ്യാവസായിക വളർച്ചയും സഖ്യത്തിൽ അധിഷ്ഠിതമായ പടക്കോപ്പുകളുടെ സപ്ലൈയും പരമ്പരാഗതമായ സാമ്രാജ്യത്വ ശക്തിക്ക് പകരമാകുന്ന ഒരു ശാക്തിക സംവിധാനത്തെയാണ്. 40-കളിൽ യുദ്ധത്തിന്റെ ബലത്തിൽ അമേരിക്കൻ എക്കോണമി അഭൂതപൂർവമായിട്ടൊരു വളർച്ച നേടി. ലക്ഷക്കണക്കിന് പുതിയ ജോലികൾ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടു. രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് പുറത്തു കടന്നു. ഒടുവിൽ 45-ൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക നടത്തിയ അണുബോംബ് ആക്രമണങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധം സ്വിച്ചിട്ട പോലെ നിന്നു. ലോകത്തിന്റെ ശാക്തിക ക്രമം തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് യുദ്ധാനന്തരം കാര്യമായ ശക്തിക്ഷയം സംഭവിച്ചു. അവരുടെ നഗരങ്ങൾ പലതും യുദ്ധത്തിൽ തകർന്നടിഞ്ഞു. വ്യവസായങ്ങളുടെ നട്ടെല്ലൊടിഞ്ഞു. യുദ്ധച്ചെലവും നഷ്ടപരിഹാരങ്ങളും പല രാജ്യങ്ങളെയും അന്ന് പാപ്പർ സ്യൂട്ടടിപ്പിച്ചു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും അലയടിച്ച സാമ്രാജ്യത്വ വിരുദ്ധ മുന്നേറ്റങ്ങളുടെ കുത്തൊഴുക്കിൽ യൂറോപ്യൻ കോളനികൾ പലതും നിലംപൊത്തി. അതോടെ ആ രാജ്യങ്ങളിലേക്ക് അന്നുവരെ വന്ന് കുമിഞ്ഞുകൂടിയിരുന്ന വരുമാനത്തിലും ഇടിവുണ്ടായി. അതോടെ ലോകത്തിന്റെ നിയന്ത്രണം യൂറോപ്യൻ കൊളോണിയൽ ശക്തികളിൽ നിന്നും മാറി പുതിയ കാലത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങളായ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നിവയിലേക്ക് എത്തിച്ചേർന്നു. അന്നോളം ഇല്ലാതിരുന്ന പുതിയൊരു ബൈപോളാർ വേൾഡ് ഓർഡറിന്റെ ആരംഭമായിരുന്നു അത്. യൂറോപ്പിലേതിന് വിരുദ്ധമായി അമേരിക്ക യുദ്ധങ്ങൾക്ക് ശേഷവും ഒരു തട്ടുകേടും കൂടാതെയാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത്. 1945-ൽ ലോകത്തിന്റെ ആകെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിന്റെ പാതിയും അമേരിക്കയിൽ നിന്നായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാകും. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 1944-ൽ അമേരിക്കയുടെ മുൻകൈയിൽ ബ്രെട്ടൻ വുഡ്സ് കോൺഫറൻസ് നടക്കുന്നു. അന്ന് അതിൽ അമേരിക്കയുടെ ആശയപരമായിട്ട് യോജിപ്പുണ്ടായിരുന്ന 44 ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ സംബന്ധിച്ചിരുന്നു. ഈ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് അമേരിക്കൻ ഡോളറിനെ ലോകരാജ്യങ്ങളുടെ റിസർവ് കറൻസി ആക്കാനുള്ള തീരുമാനം ഉണ്ടാവുന്നത്. സ്വർണവുമായി ഡോളറിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അന്നത് സാധിക്കുന്നത്. ഒരു ഔൺസ് സ്വർണത്തിന്റെ വില $35 എന്ന് തീരുമാനിക്കപ്പെടുന്നതോടെ അമേരിക്കയായി പിന്നെ ലോകത്തിന്റെ സെൻട്രൽ ബാങ്കർ. മാർഷൽ പ്ലാനിലൂടെ അമേരിക്ക പടിഞ്ഞാറൻ യൂറോപ്പിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ട സാമ്പത്തിക സഹായവും അന്ന് നൽകുന്നു. ഈ നീക്കം വിപണിയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തേരോട്ടത്തിന് ഊർജം പകർന്നു. ലോകരാഷ്ട്രങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് ചായുന്നതിന് അത് തടയിട്ടു. അതേസമയം കൊക്കോകോളയും ഫോർഡും ലെവി സ്ട്രോസും പോലെയുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ആഗോള മാർക്കറ്റിൽ വമ്പിച്ച മുന്നേറ്റവും ഉണ്ടാക്കി. അടുത്തതായി അമേരിക്ക ചെയ്യുന്നത് തങ്ങളുടെ ആഗോള അപ്രമാദിത്വം അരക്കിട്ടുറപ്പിക്കുന്നതിന് ഓശാന പാടാൻ പറ്റിയ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിക്കുകയാണ്.
ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ അമേരിക്കയുടെ മുൻകൈയിൽ 1945 ന്യൂയോർക്ക് ആസ്ഥാനമായി യുണൈറ്റഡ് നേഷൻസ് അഥവാ ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമാവുന്നു. ഐക്യരാഷ്ട്രസഭയുടെ തുടക്കം തൊട്ട് തന്നെ സെക്യൂരിറ്റി കൗൺസിൽ എന്നൊരു ഉപരിസഭ അതിനുണ്ടായിരുന്നു. ഈ സുരക്ഷാ സമിതിയിലെ അംഗങ്ങൾക്ക് മറ്റംഗങ്ങളുടെ അഭിപ്രായങ്ങൾ റദ്ദാക്കാനുള്ള വീറ്റോ അധികാരവും ആദ്യം തൊട്ട് തന്നെ വിഭാവനം ചെയ്യപ്പെട്ടിരുന്നു. ഈ സുരക്ഷാ സമിതിയിൽ അമേരിക്കയ്ക്ക് തുടക്കം മുതൽക്കേ സ്ഥിരാംഗത്വം ഉണ്ടായിരുന്നു. പിന്നാലെ രൂപീകരിക്കപ്പെട്ട ആഗോള ബാങ്കിംഗ് സ്ഥാപനങ്ങളായ IMF, വേൾഡ് ബാങ്ക് എന്നിവയിലും അമേരിക്കയ്ക്ക് വോട്ടിംഗ് പവർ വഴി കാര്യമായ സ്വാധീന ശക്തി ഉറപ്പുവരുത്തപ്പെട്ടിരുന്നു. ആഗോള വ്യാപാര രംഗത്തെ നയങ്ങളും നിയന്ത്രണങ്ങളും തങ്ങളുടെ ഹിതങ്ങൾക്ക് അനുസൃതമായി പരുവപ്പെടുത്തി എടുക്കാൻ വേണ്ടി അമേരിക്ക കൊണ്ടുവന്ന ജനറൽ അഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ് അഥവാ ഗാട്ട് കരാർ പിന്നീട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന പേരിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ എല്ലാ കാലത്തും സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ പിറവിക്കും കാരണമായി. എന്നാൽ ഈ പറഞ്ഞ സാമ്പത്തിക ശക്തിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്ലുവൻസിനും ഒക്കെ ഉപരിയായി അമേരിക്ക കൈവരിച്ച നേട്ടം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അതിനുണ്ടായ അഭൂതപൂർവമായ മിലിറ്ററി റീച്ച് ആണ്. 1945 മുതൽ 49 വരെയുള്ള കാലത്ത് അണുബോംബുകളുടെ ഉൽപ്പാദനത്തിൽ അമേരിക്കയ്ക്ക് മാത്രമായിരുന്നു മോണോപ്പൊളി. അറ്റോമിക് ഡിപ്ലോമസിയിലൂടെ ഈ അഡ്വാൻറ്റേജ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക ആഗോള രാഷ്ട്രീയ രംഗത്തെ തങ്ങളുടെ നില മെച്ചപ്പെടുത്തിയത്. അമേരിക്ക ഒരിക്കലും പഴയ ശൈലിയിലുള്ള സാമ്രാജ്യത്വ വികസനത്തിന് മുതിരുന്നില്ല. പകരം അവർ ചെയ്യുന്നത് സൈനിക സഖ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം വികസിപ്പിച്ചെടുക്കാനാണ്. ആ ദിശയിലുള്ള അമേരിക്കയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നീക്കമായിരുന്നു നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നേറ്റോയുടെ രൂപീകരണം. 1949 സ്ഥാപിതമായ ഈ സംഘടന യൂറോപ്പിൽ അമേരിക്കയ്ക്ക് കാര്യമായ ശക്തി സ്വരൂപിക്കാനുള്ള അവസരം നൽകി. നേറ്റോ എന്ന സംഘടന പ്രവർത്തിക്കുന്നത് തന്നെ കലക്റ്റീവ് ഡിഫൻസ് എന്ന അടിസ്ഥാന ആശയത്തിന്റെ പുറത്താണ്. ഇതിലെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിന് നേരെ വരുന്ന ഏതൊരു ആക്രമണവും എല്ലാ അംഗങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടും. ഇങ്ങനെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങളെ കലക്റ്റീവായിട്ട് ചെറുക്കാൻ വേണ്ടി എന്ന പേരിൽ അമേരിക്കൻ സൈന്യത്തിന് യൂറോപ്യൻ മണ്ണിൽ വേരുറപ്പിക്കാൻ അവസരമൊരുങ്ങി. ഏഷ്യയിൽ ജപ്പാനെയും ദക്ഷിണ കൊറിയയും പോലുള്ള രാജ്യങ്ങളുമായിട്ടും അമേരിക്കയ്ക്ക് പിന്നീട് ബൈലാറ്ററൽ മിലിറ്ററി അലയൻസുകൾ ഉണ്ടായി. ഇങ്ങനെയുള്ള ബാന്ധവങ്ങൾ ശത്രുരാജ്യങ്ങളെ ഒരു കൈ അകലത്തിൽ നിർത്താനും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളെ സുരക്ഷിതമാക്കാനും അമേരിക്കയെ സഹായിച്ചു. ഈ അലയൻസുകൾക്ക് പുറമെ അമേരിക്കയ്ക്ക് 70-ലധികം രാജ്യങ്ങളിൽ സ്വന്തമായി സൈനിക ബേസുകളുണ്ട്. ഈ ബേസുകൾ വഴി ലോകത്തിന്റെ ഏത് കോണിൽ സംഘർഷം ഉണ്ടായാലും അവിടേക്ക് പെട്ടെന്ന് തന്നെ സൈന്യത്തെ ഡിപ്ലോയ് ചെയ്യാനുള്ള ശേഷിയും അമേരിക്ക നിലനിർത്തുന്നു. ലോകക്രമത്തിൽ നടക്കുന്ന വലിയ തോതിലുള്ള ഇടപെടലുകളും നിക്ഷേപ താല്പര്യങ്ങളുമൊക്കെ ഡീകോഡ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാഥമികമായൊരു സങ്കല്പം ഹെജമോണിക് സ്റ്റെബിലിറ്റി തിയറിയാണ്. 1973 എഴുതിയ ദ വേൾഡ് ഇൻ ഡിപ്രഷൻ എന്ന പുസ്തകത്തിൽ 1929 39 ഇടയിൽ ലോകത്തെ പൂണ്ടടക്കം പിടിച്ച സാമ്പത്തിക മാന്ദ്യത്തെ ഇഴകേറി പരിശോധിക്കുന്നതിനിടയിൽ പ്രസിദ്ധ അമേരിക്കൻ സാമ്പത്തിക ചരിത്രകാരനായ ചാൾസ് കിൻഡിൽബർഗർ ആണ് ഇങ്ങനെയൊരു തിയറിയുടെ ആദ്യ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിൽക്കാലത്ത് റോബർട്ട് ജിൽപ്പിനെയും സ്റ്റീഫൻ കാസ്നറെയും പോലെയുള്ള പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളാണ് ഹെജമോണിക് സ്റ്റെബിലിറ്റി തിയറി എന്ന പദം ഔപചാരികമായി പ്രയോഗിച്ച് പ്രസിദ്ധമാക്കുന്നത്. കിൻഡിൽബർഗർ പറയുന്നത് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഒരു ഡോമിനന്റ് പവർ, ഒരു അനിഷേധ്യ ശക്തി, ഒരു സിംഗിൾ ഹെജമൻ തയ്യാറായി നിൽപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലോകക്രമത്തിന് സ്ഥിരതയും നിലനിൽപ്പും ഉണ്ടാവൂ എന്നാണ്. അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ അസാന്നിധ്യത്തിൽ ആഗോള വ്യാപാരം ശിഥിലമാകും, സാമ്പത്തിക പ്രതിസന്ധികൾ രൂക്ഷമാകും, ലോകമെമ്പാടും സാമ്പത്തിക അസ്ഥിരത നടമാടും. ഇന്നോളം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആഗോള ക്രമങ്ങളെല്ലാം നിലനിന്നിട്ടുള്ളത് തോളിലേറ്റി മുന്നോട്ട് നയിക്കാൻ തയ്യാറായി നിന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ ബലത്തിലാണ്. 16-ാം നൂറ്റാണ്ടിലെ സ്പെയിനിന്റെ മേധാവിത്വം അമേരിക്കയിൽ നിന്നുള്ള വെള്ളിയുടെ വരവിനെ ആശ്രയിച്ചായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഈ ഹെജമനായിട്ട് നിന്നത് ബ്രിട്ടനാണ്. അവരുടെ ശക്തിയും സ്വാധീനവും ഊർജം കണ്ടെത്തിയത് നാവിക രംഗത്തെ അനിഷേധ്യമായ മേൽക്കൈയിലൂടെ നടത്താനായ സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്നാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ തളർന്നപ്പോൾ ആ ഹെജമൻ സ്ഥാനത്തേക്ക് കടന്നിരിക്കാൻ ഒരു പിൻഗാമി ഉടനടി ഉണ്ടാവുന്നില്ല. അത് വഴിവെക്കുന്നത് ലോകക്രമത്തിന്റെ തകർച്ചയ്ക്കും പ്രൊട്ടക്ഷനിസത്തിനും ഒടുവിൽ അടുത്തൊരു ലോക മഹായുദ്ധത്തിന് തന്നെയുമാണ്. ഇന്റർവാർ പീരീഡിൽ ലോകം ഒരു നാഥനില്ലാ കളരിയായി മാറിയത് ഇങ്ങനൊരു അനിഷേധ്യ ഹെജമൻ ഇല്ലാതെ പോയതിന്റെ പേരിലാണ് എന്ന് കിൻഡിൽബർഗർ പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധം തീർന്നപ്പോൾ ബ്രിട്ടനെ പറ്റിയ അബദ്ധം ആവർത്തിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ ആ സിംഗിൾ ഹെജമൻ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. ഹെജമണിക് സ്റ്റെബിലിറ്റി തിയറി പ്രകാരം ഹെജമനാകുന്ന രാജ്യത്തിന് സ്വന്തം ചെലവിൽ ആ സ്ഥാനം ഡിമാൻഡ് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ കൂടി നിറവേറ്റാൻ സാധിക്കണം. അങ്ങനെ ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് അമേരിക്ക അന്ന് യുദ്ധത്തിൽ തകർന്നടിഞ്ഞിരുന്ന ജർമ്മനിയിൽ നിന്നും ജപ്പാനിൽ നിന്നുമൊക്കെ കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി സ്വന്തം രാജ്യത്തെ വിപണികൾ തുറന്നുകൊടുത്തത്. ആ നടപടി തുടക്കത്തിൽ അമേരിക്കയ്ക്ക് ട്രേഡ് ഡെഫിസിറ്റ് സമ്മാനിച്ചുവെങ്കിൽ പോലും അവർ അന്ന് അതിന് തയ്യാറായി. ബ്രെട്ടൻ വുഡ്സ് സിസ്റ്റം വഴിക്ക് അമേരിക്ക സ്ഥിരതയുള്ളൊരു ആഗോള മോണിറ്ററി സംവിധാനവും കൊണ്ടുവന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ സ്വർണത്തിന്റെ ബാക്കിങ്ങോടെ അമേരിക്കൻ ഡോളർ ലോകത്തിന്റെ റിസർവ് കറൻസി ആയും മാറി.
അമേരിക്ക ഇങ്ങനെയൊക്കെ ചെയ്തത് ആഗോള വ്യാപാര രംഗത്ത് തുടക്കത്തിൽ ഉടലെടുത്ത അസ്ഥിരതകൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കി. അമേരിക്ക ഇങ്ങനൊരു ഹെജമനായിരിക്കുന്ന കാലത്ത് തന്നെയാണ് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ അവയെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ചുഴികളിലേക്ക് തള്ളിവിടാതിരിക്കാൻ വേണ്ടി IMF പോലെയുള്ള ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും തുടക്കമിടുന്നത്. ഇതൊക്കെയും അന്ന് അമേരിക്കയ്ക്ക് മാത്രം വിഭാവനം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളായിരുന്നു. അതുപോലെ നാറ്റോ പോലെയുള്ള സൈനിക സഖ്യങ്ങളിലൂടെ പലപ്പോഴും പ്രാദേശികമായ സുരക്ഷാ ഭീഷണികളെ നേരിടാനും നിയന്ത്രണത്തിൽ നിർത്താനും അന്ന് അമേരിക്കയ്ക്ക് സാധിച്ചു. അമേരിക്കയുടെ ഈ ഹെജ്മൻ സ്റ്റാറ്റസ് അംഗീകരിച്ചിരുന്ന സഖ്യരാജ്യങ്ങൾക്ക് അവരുടെ സൈനിക ബഡ്ജറ്റ് ഫലത്തിൽ കുറച്ചു കൊണ്ടുവന്ന് അത്രയും തുക അധികമായി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നീക്കിവെക്കാനും അന്ന് സാധിക്കുന്നുണ്ട്. സാമ്രാജ്യത്വങ്ങൾ അവയുടെ മേൽക്കോയ്മ ഉറപ്പിച്ചിരുന്നത് നേരിട്ടുള്ള അതിർത്തി കാക്കലിലൂടെ ആയിരുന്നുവെങ്കിൽ അമേരിക്കൻ ഹെജ്മണി കാര്യങ്ങൾ സാധിച്ചത് പാലിക്കുമെന്നുറപ്പുള്ള നിയമങ്ങളിലൂടെയും സ്വാധീന ശക്തിയുള്ള സ്ഥാപനങ്ങളിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും സഹകരണത്തിലൂടെയും ഉഭയസമ്മതത്തിലൂടെയുമാണ്. ജപ്പാനും ജർമ്മനിയും അമേരിക്ക തോൽപ്പിച്ച വെറും 2 ശത്രുരാജ്യങ്ങൾ മാത്രമായിരുന്നില്ല. അമേരിക്കയുടെ ആഗോള നേതൃത്വത്തെ പിന്നീട് അങ്ങോട്ട് അംഗീകരിക്കുന്ന 2 സുഹൃദ് രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് കൂടിയാണ് അവയെ അമേരിക്ക അഭിവൃദ്ധിയിലേക്ക് നയിച്ചത്. കിൻഡൽബർഗർ പറയുന്നത് അമേരിക്ക ഈ ഹെജ്മൻ റോൾ ഏറ്റെടുത്തത് ഒരിക്കലും ആരോടുമുള്ള ഒരു ഔദാര്യവും എന്ന നിലയ്ക്കല്ല. അതിന് ഏറ്റവും വലിയ യുക്തി അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെ ആയിരുന്നു എന്നാണ്. കാരണം അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ വിപണികൾ വിസ്തൃതമാവണം. സാമ്പത്തിക രംഗത്ത് അപ്രവചനീയതയോ ആശങ്കകളോ ഉണ്ടാവരുത്. ജിയോ പൊളിറ്റിക്കലി സ്വാധീനം ചെലുത്താനും അമേരിക്കയ്ക്ക് സാധിക്കണം. ഇതിനൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു സിംഗിൾ ഹെജ്മനായേ മതിയാവുമായിരുന്നുള്ളൂ. എന്നാൽ അതേസമയം അങ്ങനെ ഒരു ക്രമം ലോകത്ത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് അമേരിക്കയ്ക്ക് വലിയൊരു മിലിറ്ററി സ്പെൻഡിങ്ങും നടത്തേണ്ടതുണ്ടായിരുന്നു. ലോക ഭൂപടത്തിലെ മർമ്മപ്രധാനമായിട്ടുള്ള ലൊക്കേഷനുകളിൽ സൈനിക ബേസുകൾ സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു. ലോകത്ത് എവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായാലും ഹെജ്മൻ എന്ന നിലയ്ക്ക് ആധികാരികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുണ്ടായിരുന്നു. ഇങ്ങനെ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾ അമേരിക്കയുടെ അനിഷേധ്യമായ സിംഗിൾ ഹെജ്മൻ സ്ഥാനം അംഗീകരിച്ച് കൊടുക്കുക എന്നത് പകരമായി കിട്ടുന്ന ആഗോള സാമ്പത്തിക വളർച്ചയ്ക്കും ഏറെക്കുറെ സമാധാനം പുലർന്നിരുന്ന ഒരു ലോകക്രമത്തിനും വേണ്ടി മറ്റു രാജ്യങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിരുന്ന ഒരു കോംപ്രമൈസ് മാത്രമായിരുന്നു. 1945 ശേഷമുള്ള കാലം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ സമൃദ്ധിയിലേക്ക് കാലെടുത്തു വെച്ച കാലമാണ്. ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഈ സുവർണ കാലവും അമേരിക്കൻ ഹെജ്മണിക് ലീഡർഷിപ്പും അഭേദ്യമായിരുന്നു എന്ന് ചുരുക്കം. അമേരിക്കയുടെ വിദേശ നയത്തിൽ സുപ്രധാനമായിട്ടുള്ളൊരു എപ്പിസോഡ് കോൾഡ് വാർ അഥവാ ശീതയുദ്ധകാലം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. 1947 മുതൽക്ക് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുണ്ടായ 91 വരെയുള്ള കാലഘട്ടമാണ് പൊതുവെ ശീതയുദ്ധകാലം എന്ന് അറിയപ്പെടുന്നത്. ഇത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ വർഷങ്ങൾ നീണ്ടുനിന്ന പരോക്ഷമായ ഒരു പോർക്കാലമാണ്. അതൊരിക്കലും പക്ഷേ വെടിയോ ബോംബോ മിസൈലോ പരസ്പരം തൊടുത്തുകൊണ്ടുള്ള ഒരു യുദ്ധമല്ലായിരുന്നു. പ്രത്യയശാസ്ത്രങ്ങളുടെ സ്വാധീനങ്ങളുടെ അധികാരത്തിന്റെ മാറ്റുരയ്ക്കലായിരുന്നു. അമേരിക്ക നയിച്ച ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രാറ്റിക് ബ്ലോക്കും സോവിയറ്റ് യൂണിയൻ നയിച്ച കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കും ഇരുപക്ഷത്തും അണിനിരന്ന് പരസ്പരം പോരടിച്ചു. ഏതാണ്ട് 4 ദശാബ്ദത്തോളം കാലം ലോകരാഷ്ട്രീയത്തെ തന്നെ നിർണയിച്ചത് ഈ ശീതയുദ്ധമാണ്. ശീതയുദ്ധം സ്വാധീനം ചെലുത്തിയത് അമേരിക്കയിലോ റഷ്യയിലോ മാത്രമായിരുന്നില്ല. അതിൻ്റെ അനുരണനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി. അതിന്റെ ഭാഗമായി അന്ന് പലയിടത്തും നേർക്കുനേർ യുദ്ധങ്ങൾ വരെ ഉണ്ടായി. ഉദാഹരണത്തിന് കൊറിയ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 38 പാരലൽ പ്രകാരം ഉത്തര ദക്ഷിണ കൊറിയകൾ എന്ന് 2ആയി വിഭജിതമായതാണ് കൊറിയ. ഉത്തര കൊറിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അവർക്ക് റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷമായ പിന്തുണയുണ്ടായിരുന്നു. ദക്ഷിണ കൊറിയ പക്ഷേ ഡെമോക്രാറ്റിക് ആയിരുന്നു. അവർക്ക് അമേരിക്കയുടെയും UN-ന്റെയും പിന്തുണയും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇരു കൊറിയകളും കൊറിയൻ പ്രവിശ്യയ്ക്ക് മേൽ സമ്പൂർണ്ണ അധികാരം നേടാൻ ശ്രമിച്ചതോടെ അവർ തമ്മിൽ 1950 കൊറിയൻ യുദ്ധം ആരംഭിച്ചു. കിം ഇൽ സങ്ങിന്റെ ഉത്തര കൊറിയ തെക്കോട്ട് ഇരച്ചു കയറി റഷ്യൻ പിന്തുണയോടെ അധിനിവേശം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ സിയോൾ നഗരം പിടിച്ചെടുത്തതോടെയാണ് ഈ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നത്. അമേരിക്കൻ കര നാവിക വ്യോമസേനകൾ ഈ യുദ്ധത്തിൽ ദക്ഷിണ കൊറിയയെ പിന്തുണയ്ക്കാൻ വേണ്ടി എത്തിച്ചേരുന്നു. ഈ യുദ്ധത്തിൽ ചൈന ഉത്തര കൊറിയയുടെ പക്ഷം പിടിച്ചപ്പോൾ അമേരിക്കൻ ചൈനീസ് സൈന്യങ്ങൾ തമ്മിൽ അതിർത്തിയിൽ കോർക്കുന്നുണ്ട്. 3 വർഷത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധം ഒടുവിൽ ഒരു ആർമിസ്റ്റേഴ്സിലാണ് തീരുന്നത്. ഇങ്ങനൊരു യുദ്ധത്തിന്റെ ബഹളങ്ങൾ പൂർണ്ണമായും അടങ്ങുന്നതിന് മുമ്പ് 1955 വിയറ്റ്നാം യുദ്ധം തുടങ്ങുന്നു. നോർത്ത് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, സൗത്ത് വിയറ്റ്നാം ഡെമോക്രാറ്റിക്കും. ആദ്യത്തെ 10 വർഷം അമേരിക്ക നിരവധി മിലിറ്ററി അഡ്വൈസർമാരെ ദക്ഷിണ വിയറ്റ്നാമിൽ സഹായത്തിന് അയച്ചുകൊണ്ട് കാര്യമായ രീതിയിലുള്ള ഡിപ്ലോയ്മെന്റ് ഒന്നും തന്നെ നടത്താതെയാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത്. എന്നാൽ 1964 ഗൾഫ് ഓഫ് ടോങ്കിൻ സംഭവം ഉണ്ടായതോടെ അമേരിക്കയ്ക്ക് വിയറ്റ്നാമിന്റെ മണ്ണിൽ സജീവമായ പോരാട്ടത്തിന് നേരിട്ട് തന്നെ ഇറങ്ങേണ്ടി വന്നു. ഈ യുദ്ധത്തിൽ അമേരിക്ക എങ്ങനെയാണ് വിയറ്റ്കോങ് ഗറില്ലകളുടെ പോരാട്ട വീര്യത്തെ കുറച്ച് കണ്ടത് എന്നും വിയറ്റ്നാം എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെട്ട് അമേരിക്കയ്ക്ക് എങ്ങനെയാണ് കൈപൊള്ളിയത് എന്നും വല്ലാത്ത കഥയുടെ വിയറ്റ്നാം വാർ ഡയറീസ് എപ്പിസോഡിൽ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഒരു ചെറിയ കണക്ക് മാത്രം പറഞ്ഞു പോവാം. ഈ യുദ്ധത്തിൽ ഇടപെട്ട് പക്ഷം പിടിച്ചതിന്റെ പേരിൽ അമേരിക്കയ്ക്ക് അന്ന് വന്നത് $160 ബില്യൺ ചെലവാണ്.
ഇന്നത്തെ കണക്കിൽ ഏതാണ്ട് $1 ട്രില്യൺ. നഷ്ടപ്പെട്ട പോർ വിമാനങ്ങളുടെ എണ്ണം 10,000, ഹെലികോപ്റ്ററുകൾ 5,600-ലധികം, ടാങ്കുകൾ 2,000-ലധികം, കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഏതാണ്ട് 60,000-ഓളം, പരിക്കേറ്റവരുടെ എണ്ണം ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം. ഇങ്ങനെ പോകുന്നു ഏകദേശ കണക്കുകൾ. കോൾഡ് വാറിന്റെ അടുത്ത പ്രധാന പ്രതിസന്ധി ക്യൂബൻ മിസൈൽ ക്രൈസിസ് ആണ്. പ്രശ്നമുണ്ടാകുന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലാണ്. ലോകം ഇന്നുവരെ ഒരു ആണവയുദ്ധത്തിന്റെ എത്രത്തോളം അടുത്തെത്താമോ അത്രയും അടുത്ത് ഈ പ്രതിസന്ധിക്കിടയിലെത്തി. അമേരിക്കയുടെ കളിപ്പാവയായിട്ടുള്ള ഭരണാധികാരിയെ അട്ടിമറിച്ചുകൊണ്ട് 1959-ൽ ഫിഡൽ കാസ്ട്രോ അധികാരത്തിലേറിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കമ്മ്യൂണിസ്റ്റായ കാസ്ട്രോയെ താഴെയിറക്കാൻ വേണ്ടി അമേരിക്ക CIA-യുടെ സഹായത്തോടെ രണ്ടും കൽപ്പിച്ചിറങ്ങിയപ്പോൾ USSR ക്യൂബയ്ക്ക് പിന്നിൽ കട്ടയ്ക്ക് നിന്നു. 1961-ൽ നടന്ന ബേ ഓഫ് പിഗ്സ് ഇൻവേഷനിലൂടെ കാസ്ട്രോയെ താഴെയിറക്കാൻ CIA ഒരു വൃഥാശ്രമം നടത്തി. ആദ്യ ശ്രമം പരാജയപ്പെട്ടുവെങ്കിലും അധികം വൈകാതെ തന്നെ വീണ്ടും ഒരു അമേരിക്കൻ ആക്രമണം കാസ്ട്രോ ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ ക്യൂബയിലെ മർമ്മപ്രധാനമായ പല സൈറ്റുകളിലായി സോവിയറ്റ് യൂണിയൻ 100ഓളം ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകൾ സ്ഥാപിച്ചു. സോവിയറ്റ് യൂണിയൻ അതോടെ വേണമെങ്കിൽ ഏത് അമേരിക്കൻ നഗരവും ലക്ഷ്യമിട്ടുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആണവ മിസൈലുകൾ തൊടുക്കാം എന്നായി. 13 ദിവസം നീണ്ടുനിന്ന സംഘർഷാവസ്ഥയ്ക്കും അണ്വായുധാക്രമണ ഭീതിക്കും ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിക്കും സോവിയറ്റ് പ്രസിഡന്റ് ക്രൂഷ്ചേവിനുമിടയിൽ അന്നുണ്ടായ ഒരു രഹസ്യധാരണ ഒന്നുകൊണ്ട് മാത്രം ഈ പ്രതിസന്ധിക്ക് അയവുണ്ടായി. ഇരുപക്ഷവും അന്ന് പരസ്പരം അണുബോംബിടാൻ പോലും തയ്യാറായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇങ്ങോട്ട് 60കളുടെ അവസാനത്തിലും 70കളിലുമൊക്കെ അമേരിക്ക, റഷ്യ എന്നീ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ശാസ്ത്ര സാങ്കേതികമായ രംഗങ്ങളിൽ കാര്യമായിട്ടുള്ള മത്സര പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. കോൾഡ് വാറിന്റെ അനുരണനങ്ങൾ ഏറ്റവും പ്രകടമായത് ബഹിരാകാശത്താണ്. 50കൾ തൊട്ട് ഇങ്ങോട്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ നടന്ന സ്പേസ് റേസ് തികച്ചും ആവേശോജ്വലമായ ഒന്നാണ്. 1957-ൽ ആദ്യത്തെ മനുഷ്യനിർമ്മിത കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 വിജയകരമായി വിക്ഷേപിച്ച് USSR ആ മത്സരത്തിന് തുടക്കമിടുന്നു. വോസ്റ്റോക്ക് 1-ൽ കയറി യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മനുഷ്യനായതോടെ സോവിയറ്റ് യൂണിയന്റെ അഭിമാനം വീണ്ടും വർദ്ധിക്കുന്നു. ഇതിനോട് അന്നത്തെ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി പ്രതികരിക്കുന്നത് നാസ എന്ന പേരിൽ അമേരിക്കൻ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറകു പകർന്നുകൊണ്ടാണ്. 1969-ൽ അമേരിക്ക ആദ്യമായി സ്കോർ ചെയ്യുന്നു. അപ്പോളോ 11-ൽ ഏറിച്ചെന്ന നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഭൂമിയിലേക്ക് എത്തിയതോടെ അമേരിക്കയ്ക്ക് സ്പേസിലെ ആദ്യ വിജയം. പിന്നീട് അങ്ങോട്ട് ഉപഗ്രഹ സാങ്കേതിക വിദ്യകൾ, കമ്മ്യൂണിക്കേഷൻ, സൈനിക നിരീക്ഷണ, നാവിഗേഷൻ, ഏർലി വാർണിംഗ് സിസ്റ്റംസ് മേഖലകളിലും ഉണ്ടായത് അതിവിപ്ലവകരമായ മാറ്റങ്ങളാണ്. 80കളുടെ അവസാനത്തോടെ കോൾഡ് വാർ അതിന്റെ അവസാന നാളുകളിലേക്ക് എത്തി. 1989-ൽ നടന്ന ബെർലിൻ മതിലിന്റെ തകർച്ച യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിന്റെ അവസാനമായിരുന്നു. ഒടുവിൽ 1991-ൽ സോവിയറ്റ് യൂണിയൻ ശിഥിലമാവുകൂടി ചെയ്തതോടെ എല്ലാം പൂർത്തിയായി. ഒടുവിൽ ശത്രുരാജ്യം ഇല്ലാതായപ്പോൾ അമേരിക്ക അതുവരെയുള്ള പോരാട്ടങ്ങളുടെ ചാരത്തിൽ നിന്ന് ഗ്ലോബൽ സൂപ്പർ പവർ എന്ന പദവിയിലേക്ക് ഉദിച്ചുയർന്നു വന്നു. സുപ്രസിദ്ധ അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ ജോൺ മെർഷേമർ ദ ഗ്രേറ്റ് ഡെലൂഷൻ എന്ന പുസ്തകത്തിൽ പോസ്റ്റ് കോൾഡ് വാർ യുഗത്തെ വിശദീകരിക്കുന്നത് ലിബറൽ ഹെജുമണി എന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ വെളിച്ചത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു സ്റ്റേറ്റ് ലോകത്തിലെ മറ്റെല്ലാ നാഷണൽ സ്റ്റേറ്റുകളെയും അതിനെപ്പോലെയുള്ള ലിബറൽ ഡെമോക്രസികളാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ശീതയുദ്ധം അവസാനിച്ച ശേഷമുള്ള കാലത്ത് അമേരിക്ക ചെയ്യാൻ ശ്രമിച്ചതും അതുതന്നെയാണ്. എല്ലാ ലോകരാജ്യങ്ങളിലും തങ്ങളുടേതുപോലെയുള്ള ഒരു ലിബറൽ ഡെമോക്രാറ്റിക് ഭരണക്രമം നടപ്പിൽ വന്നാൽ, തങ്ങളുടെ മൂല്യവ്യവസ്ഥകൾ ലോകമെമ്പാടും വ്യാപിച്ചാൽ സ്വാഭാവികമായും നാട്ടിൽ സമാധാനം പുലരുമെന്ന് അമേരിക്ക കരുതി. എന്നാൽ അത് വെറും ഒരു ഡെല്യൂഷൻ അഥവാ വ്യാമോഹം അല്ലെങ്കിൽ ഒരു മിഥ്യാഭ്രമം മാത്രമാണ് എന്നാണ് മെർഷേമർ തന്റെ പുസ്തകത്തിൽ പറയുന്നത്. കാരണം ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള നാഷണലിസ്റ്റിക് റിയാലിറ്റീസ് ഉണ്ടാവും, ബാലൻസ് ഓഫ് പവർ പൊളിറ്റിക്സും ഉണ്ടാകും. ഇതൊന്നും പരിഗണിക്കാതെ ബാൽക്കൻസ് മുതൽ മധ്യപൂർവ്വ ഏഷ്യ വരെയുള്ള സകല രാജ്യങ്ങളിലും ലിബറൽ ഡെമോക്രസി സ്ഥാപിക്കാൻ ഒരുമ്പിട്ടിറങ്ങുക വഴി അമേരിക്ക ചെയ്തിട്ടുള്ളത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുക മാത്രമാണ്. 1990 ഓഗസ്റ്റ് 2 രാജ്യങ്ങൾ പരസ്പരം അതിക്രമിച്ച് കയറരുത് എന്ന അന്താരാഷ്ട്ര ധാരണയെ ലംഘിച്ചുകൊണ്ട് ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ച് കീഴടക്കുന്നു. 1991 ജനുവരി 17 അമേരിക്കയുടെ കാർമ്മികത്വത്തിൽ സഖ്യസേന ഈ യുദ്ധത്തിൽ പങ്കുചേരുന്നു. വെറും 100 മണിക്കൂർ നീണ്ടുനിന്ന നേർക്കുനേർ യുദ്ധത്തിൽ ഇറാഖ് തോൽവി രുചിക്കുന്നു. ഈ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമേരിക്ക യുദ്ധത്തിൽ ജയിച്ച ശേഷവും ഇറാഖിലെ ഗവൺമെന്റിനെ താഴെയിറക്കുകയോ ആ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ്. കുവൈറ്റിന്റെ ആഭ്യന്തര പരമാധികാരം ഉറപ്പാക്കിയ ശേഷം അമേരിക്ക സ്ഥലം കാലിയാക്കുന്നു. അന്നത്തെ അമേരിക്കയുടെ നിലപാട് ലോക പോലീസിംഗ് മോഡലിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന മട്ടിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതായത് ഒരു മേഖലയിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് മറ്റു വിഷയങ്ങളിൽ ഉടലെടുത്ത തർക്കത്തിന്റെ പേരിൽ ഇറാഖ് കുവൈത്തിലേക്ക് അതിക്രമിച്ചു കയറുന്നു. ദുർബലനായിട്ടുള്ള കുവൈറ്റിന് അതിശക്തനായ ഇറാഖിന്റെ ഈ ആം ട്വിസ്റ്റിങ്ങിനെ നേരിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവിടെ നടക്കുന്നത് അനീതിയാണ് എന്ന് കണ്ട് അമേരിക്ക അപ്പോൾ അതിൽ ഇടപെടുന്നു.
ന്യായത്തിന്റെ പക്ഷത്തു നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, നീതി പുലരുന്നു, മേഖലയിൽ വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നു. എൻഫോഴ്സിംഗ് റൂൾസ്, റിസ്റ്റോറിംഗ് ഓർഡർ ആൻഡ് ലീവിംഗ് വൺസ് ദ ഒബ്ജക്റ്റീവ് വാസ് അച്ചീവ്ഡ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ. അമേരിക്കയുടെ അടുത്ത ഒരു ആഗോള ഇടപെടൽ ഉണ്ടാവുന്നത് 1992-93 കാലത്ത് സൊമാലിയയിൽ ഓപ്പറേഷൻ റിസ്റ്റോർ ഹോപ്പ് എന്ന പേരിലാണ്. ഈ ഇടപെടലിൽ പക്ഷേ അമേരിക്കയ്ക്ക് ചെറുതായി കൈകൊള്ളുന്നുണ്ട്. മൊഗാദിഷുവിൽ നടന്ന ബ്ലാക്ക് ഹോക്ക് ഡൗൺ ഇൻസിഡന്റിൽ 18 US സൈനികർ കൊല്ലപ്പെടുന്നു. അതിന്റെ വാർത്താ ചിത്രങ്ങൾ അമേരിക്കൻ ജനതയെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നു. ആഭ്യന്തരമായുണ്ടായ ആ വൈകാരിക തരംഗം പിന്നീട് അങ്ങോട്ട് അമേരിക്കൻ വിദേശകാര്യ നയങ്ങളെ വരെ തിരുത്തി കുറിക്കുന്നു. ഇങ്ങനെ ചില തിരിച്ചടികൾ കിട്ടിയിട്ടും 90കളിൽ അമേരിക്ക നാറ്റോയെ മുന്നിൽ നിർത്തി തങ്ങളുടെ ലോക പോലീസിംഗ് പരിപാടി വീണ്ടും തുടർന്നുപോയി. ബാൽക്കൻസിലെ വംശഹത്യകൾക്ക് അറുതി കൊണ്ടുവരാൻ എന്ന പേരിൽ നാറ്റോയുടെ വേഷത്തിൽ അമേരിക്ക 1995 ആദ്യം ബോസ്നിയയിലും 1999 പിന്നീട് കൊസോവോയിലും സൈനിക ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അമേരിക്ക അന്ന് കൈക്കൊണ്ട നടപടികൾ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു നിലപാടിന് തന്നെ ബലം പകർന്നു. ഹ്യൂമൻ റൈറ്റ്സ് കുഡ് ഓവർറൈഡ് സ്റ്റേറ്റ് സോവറിറ്റി. മനുഷ്യാവകാശ സംരക്ഷണം രാജ്യങ്ങളുടെ പരമാധികാരത്തിനും മേലെയാണ്. 21ാം നൂറ്റാണ്ട് തുടങ്ങുന്നത് അമേരിക്കയെ പിടിച്ചുകുലുക്കിയ 9/11 ആക്രമണങ്ങളോടുകൂടിയാണ്. ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക സ്വന്തം മണ്ണിൽ ഒരു ഭീകരാക്രമണത്തിന് വിധേയമായതോടെ അന്നുവരെ ഉണ്ടായിരുന്ന ഒരു വലിയ അബദ്ധധാരണ, അതായത് ലോകത്ത് എവിടെ ചെന്ന് അമേരിക്ക എന്തു ചെയ്താലും അവരുടെ പൗരന്മാർ സ്വന്തം നാട്ടിൽ സുരക്ഷിതരാണ് എന്ന മിഥ്യാബോധം വീണുടഞ്ഞു. അവരെ ആർക്കും ഭീതിയുടെ മുൾമുനിൽ നിർത്താനാവില്ല എന്ന ഡമ്പ് തകർന്നടിഞ്ഞു. അമേരിക്കൻ ഡിപ്ലോമസിയെ പിടിച്ചുകുലുക്കിയ ഈ സംഭവത്തിന് ശേഷം അവരുടെ വിദേശകാര്യ നയത്തിൽ കാര്യമായ മാറ്റങ്ങളുണ്ടായി. പ്രീഎംപ്റ്റീവ് ആക്ഷൻ അഥവാ മുൻകരുതൽ നടപടി എന്നതായിരുന്നു പുതിയ പോളിസി. അമേരിക്കൻ മണ്ണിലേക്ക് ഭാവിയിൽ എത്തിച്ചേരാൻ വിദൂര സാധ്യതയെങ്കിലുമുള്ള ഭീഷണികളെ വിദേശ മണ്ണിൽ വെച്ച് മുളയിൽ തന്നെ നുള്ളിക്കളയുക. ഈ ഒരു പോളിസി ഷിഫ്റ്റാണ് അന്ന് പ്രസിഡന്റ് ജോർജ് W. ബുഷിനെ കൊണ്ട് ഈദർ യു ആർ വിത്ത് അസ് ഓർ യു ആർ വിത്ത് ദ ടെററിസ്റ്റ് എന്ന് മറ്റ് ലോകരാഷ്ട്രങ്ങളോട് പറയിപ്പിച്ചത്. അതായത് ഏതെങ്കിലും ഒരു തർക്കത്തിൽ അമേരിക്ക ആർക്കെതിരായ നിലപാടാണോ സ്വീകരിക്കുന്നത്, ആ രാജ്യവുമായിട്ട് സന്ധി ചെയ്യുന്ന ഏതൊരു രാജ്യവും അമേരിക്കയുടെ ശത്രുത കൂടി ഏറ്റുവാങ്ങേണ്ടി വരും എന്നർത്ഥം. അമേരിക്കൻ മണ്ണിൽ നാളെ ഒരു നാൾ നടക്കാനിടയുള്ള ഭീകരാക്രമണങ്ങളുടെ പേരിൽ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് നേരെ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കുകൾ നടത്തുന്ന അമേരിക്കയുടെ ശീലത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. നേരത്തെ പ്രഖ്യാപിച്ച വാർ ഓൺ ടെററിന് അമേരിക്ക തുടക്കം കുറിക്കുന്നത് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിക്കൊണ്ടാണ്. 9/11 ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച അൽഖ്വയ്ദയുടെ ബിൻ ലാദൻ അടക്കമുള്ള മേധാവികൾക്ക് അഭയം നൽകുന്നത് താലിബാനാണ് എന്നാരോപിച്ചായിരുന്നു ആ ക്യാമ്പയിൻ. ഒരു ഹ്രസ്വകാല സൈനിക ആക്ഷൻ എന്ന മട്ടിൽ ആരംഭിച്ചത് ഒടുവിൽ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ ഒരു പുതിയ ജനാധിപത്യ ഗവൺമെന്റ് കെട്ടിപ്പടുക്കുന്ന പ്രക്രിയയായിട്ട് മാറി. താലിബാനെ പോലെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടരെ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലേറാൻ ഇനി ഒരിക്കലും അനുവദിക്കില്ല എന്നതായിരുന്നു അന്നത്തെ അമേരിക്കൻ നയം. അമേരിക്കയുടെ ഈ ഒരു നിലപാട് ഒന്നുകൂടി കടുക്കുന്നത് 2003 ഇതേ വാർ ഓൺ ടെററിന്റെ ഭാഗമായി ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന പേരിൽ അമേരിക്കൻ സൈന്യം ഇറാഖിനെ ആക്രമിക്കുമ്പോഴാണ്. ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് ആരോപിച്ച് അമേരിക്ക സദ്ദാം ഹുസൈനെ സ്ഥാനഭ്രഷ്ടനാക്കി വിചാരണ ചെയ്ത് തൂക്കിലേറ്റുന്നത് പിന്നീട് നമ്മൾ കണ്ടു. ഈ ഇറാഖ് ടൂറ് അമേരിക്കയ്ക്ക് വൻ ചെലവും സാമാന്യം ആൾനാശവും സമ്മാനിച്ച ഒന്നാണ്. $3 ട്രില്യൺ നികുതി പണമാണ് അന്ന് അമേരിക്കയ്ക്ക് ഈ ഒരു യുദ്ധത്തിനായി ചെലവിടേണ്ടി വന്നത്. മിലിറ്ററിയും കോൺട്രാക്ടർമാരുമായി ഏകദേശം 8,000 പേരെ കുരുതിക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അമേരിക്കയ്ക്ക് അന്ന്. അമേരിക്കൻ പക്ഷത്തുള്ള 30,000-ലധികം പേർക്ക് പരിക്കുകളുമേറ്റു. കോടിക്കണക്കിന് ഡോളർ വില വരുന്ന 10,000-കണക്കിന് കവചിത വാഹനങ്ങളും പടക്കോപ്പുകളും അമേരിക്കയ്ക്ക് ഇറാഖിന്റെ മണ്ണിൽ അന്ന് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരുന്നുമുണ്ട്. എന്നാൽ ഇത്രയൊക്കെ പരാക്രമം കാണിച്ചിട്ടും ഈ യുദ്ധം തുടങ്ങാൻ നേരത്ത് ജോർജ് W. ബുഷ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ മാത്രം ഇറാഖിൽ നിന്ന് കണ്ടെടുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. അതോടെ ആഗോളതലത്തിൽ അമേരിക്കയ്ക്ക് നേരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നു. അങ്കിൾ സാം അമേരിക്ക അന്നുവരെ മുന്നോട്ട് വച്ച ഓണസ്റ്റ് വേൾഡ് കപ്പ് മുഖം കൂടി അഴിഞ്ഞു വീണ ഒരു അവസരമായി മാറി. എന്നാൽ അതേസമയം അമേരിക്കയുടെ അന്താരാഷ്ട്ര നിലപാടുകളുടെ ഇരട്ടത്താപ്പും ചോദ്യം ചെയ്യപ്പെട്ടു. ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചവരിൽ പ്രധാനി സുപ്രസിദ്ധ അമേരിക്കൻ ഭാഷാശാസ്ത്രജ്ഞനും ചിന്തകനും നമ്മൾ മലയാളികൾക്ക് സുപരിചിതനുമായ നോം ചോംസ്കിയാണ്. ഹെജമണി ഓർ സർവൈവൽ അമേരിക്കാസ് ക്വസ്റ്റ് ഫോർ ഗ്ലോബൽ ഡോമിനൻസ് എന്നതിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സാലിറ്റി എന്നൊരു തത്വം വിശദീകരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യം തങ്ങൾ മോറലാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ അതേ നൈതിക മാനദണ്ഡങ്ങൾ ആ രാജ്യം തങ്ങളുടെ ശത്രുരാജ്യങ്ങളോടുള്ള ഇടപെടലുകളിലും പുലർത്തണം എന്നാണ് അതിൽ പറയുന്നത്. ഉദാഹരണത്തിന് ഇറാഖിൽ അമേരിക്ക ചെയ്ത അതേ കാര്യം വേറെ ഏതെങ്കിലും രാജ്യം എന്തെങ്കിലും കാരണം പറഞ്ഞ് സ്വന്തം അയൽരാജ്യത്തോട് ചെയ്തിരുന്നെങ്കിൽ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് വിലയിരുത്തപ്പെട്ടേനെ. ആ രാജ്യത്തിന് നേരെ പിന്നീട് കനത്ത ഉപരോധങ്ങൾ മറ്റെല്ലാ രാജ്യങ്ങളും ചേർന്ന് ഏർപ്പെടുത്തിയേനെ.
എഡ്വേർഡ് എസ് ഹെർമനുമായി ചേർന്ന് എഴുതിയ മാനുഫാക്ചറിംഗ് കൺസെന്റ് ദ പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് ദ മാസ് മീഡിയ എന്ന തന്നെ മറ്റൊരു പുസ്തകത്തിൽ ചോംസ്കി അമേരിക്കൻ ജനത സ്വന്തം നാട് കാണിക്കുന്ന ഇരട്ടത്താപ്പിനെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് മനഃശാസ്ത്രവും അമേരിക്കൻ മീഡിയ ഗവൺമെന്റിന്റെ വാർമോങ്കറിംഗ് പോളിസികൾക്ക് പൊതുജന പിന്തുണ നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ഹൂ റൂൾസ് ദ വേൾഡ് എന്ന തന്റെ മറ്റൊരു പുസ്തകത്തിൽ ചോംസ്കി അബോട്ടാബാദ് റെയ്ഡിനെയും വിമർശിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നത്, ടെക്സസിലെ ഏതെങ്കിലും ഒരു കുഞ്ഞു പട്ടണത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചൈനീസ് വിമത നേതാവിനെ കൊല്ലാൻ വേണ്ടി നാളെ ചൈന സർജിക്കൽ പ്രിസിഷനോടുകൂടി ഒരു ഡ്രോൺ ആക്രമണം നടത്തി എന്ന് കരുതുക. ആ ആക്രമണത്തിനിടയ്ക്ക് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലുള്ള ഒരു വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയ കുറെ നിരപരാധികളായിട്ടുള്ള പൗരന്മാരും കൊല്ലപ്പെട്ടു എന്ന് കരുതുക. ചൈന അതിനെ സർജിക്കൽ പ്രിസിഷൻ എന്നും കൊലാറ്ററൽ ഡാമേജ് എന്നും ഒക്കെ വിളിച്ചേനെ. എന്നാൽ അമേരിക്കയ്ക്ക് സ്വന്തം അതിർത്തി ഭേദിച്ചെത്തി നടന്ന ഈ ചൈനീസ് ആക്രമണത്തെ ആക്ട് ഓഫ് വാർ എന്നല്ലാതെ വിളിക്കാൻ സാധിക്കുമോ എന്നാണ്. അബോട്ടാബാദിൽ പാകിസ്ഥാന്റെ പരമാധികാരത്തെ പരിഹസിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ കമാൻഡോ ആക്രമണത്തെ ഗ്ലോബൽ സൗത്ത് കാണുന്നത് മൈറ്റ് മേക്സ് റൈറ്റ്, വാർ ഓൺ ടെറർ ആക്ച്വലി ജനറേറ്റ്സ് മോർ ടെറർ എന്നതിനൊക്കെയുള്ള തെളിവായിട്ടാണ് എന്നും ചോംസ്കി പറയുന്നു. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നടത്തിയ വളരെയധികം ചെലവേറിയ യുദ്ധങ്ങൾക്ക് ശേഷം വിദേശ മണ്ണിലെ ഇടപെടലുകളിൽ അമേരിക്ക കാര്യമായിട്ടുള്ള പരിഷ്കരണങ്ങൾ നടത്തി. ലീഡിംഗ് ഫ്രം ബിഹൈൻഡ് എന്നതായി ബറാക് ഒബാമ അഡ്മിനിസ്ട്രേഷൻ കാലത്തെ അമേരിക്കൻ വിദേശ നയം. വൻതോതിലുള്ള അധിനിവേശങ്ങൾ ഇനി വേണ്ട, പകരം ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും സ്പെഷ്യൽ ഓപ്പറേഷൻ വിങ്ങിന്റെ ചെറു സംഘങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രിസിഷൻ ആക്രമണങ്ങൾ മതി എന്ന തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തുന്നു. ഈ പുതിയ നയം അമേരിക്ക ആദ്യമായി ടെസ്റ്റ് ഡോസ് അടിക്കുന്നത് 2011 ലിബിയൻ മണ്ണിലാണ്. റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് ഡോക്ടറിന്റെ ബലത്തിൽ ലിബിയയിൽ ഇടപെടുന്ന അമേരിക്ക ലിബിയയിലെ നിരപരാധികളായിട്ടുള്ള പൗരന്മാർക്ക് നേരെ പ്രവർത്തിച്ച കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഹമ്മദ് ഗദ്ദാഫി എന്ന സ്വേച്ഛാധിപതിക്കെതിരെ പടനയിച്ച യുവതന്മാർക്ക് വേണ്ട എയർ സപ്പോർട്ടും ആയുധ സഹായവും എത്തിച്ചു നൽകി പിന്നിൽ നിന്നു. സ്വന്തം പട്ടാളത്തെ നേരിട്ട് ലിബിയൻ മണ്ണിൽ ഇറക്കാതെ അമേരിക്ക നാറ്റോ സൈന്യത്തെയും ലോക്കൽ വിമതരെയും മുന്നിൽ നിർത്തി കാര്യങ്ങൾ നടത്തി. ഗദ്ദാഫിയെ അവർ തിരഞ്ഞുപിടിച്ച് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുത്ത് വധിച്ചു കളഞ്ഞു. എന്നാൽ ഇങ്ങനെ ഗദ്ദാഫി വധിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ലിബിയ കൊടിയ അരാജകത്വത്തിലേക്കും ആഭ്യന്തര കലാപങ്ങളിലേക്കും വഴുതി വീഴുകയാണ് ഉണ്ടായത്. ഈ ലിബിയൻ എപ്പിസോഡിൽ നിന്ന് അമേരിക്ക പഠിച്ച ഒരേയൊരു പാഠം, കൃത്യമായ പ്ലാൻ ബി കൂടാതെ ഒരു രാജ്യത്തും ചെന്ന് കയറി അവിടുത്തെ സ്വേച്ഛാധിപതികളെ സ്ഥാനഭ്രഷ്ടരാക്കരുത് എന്നുള്ളതാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ അമേരിക്കൻ സൈന്യം അവർ നേരത്തെ കടന്നു കയറി ബേസുകൾ സ്ഥാപിച്ചിരുന്ന ഇറാഖ്, സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് പടിപടിയായി തങ്ങളുടെ സൈനിക സാന്നിധ്യം കുറച്ചു കൊണ്ടുവന്നു. അത് മുതലെടുത്ത് 2014-19 കാലത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് സിറിയ പ്രവിശ്യയിലെ പല പ്രദേശങ്ങളും തിരികെ പിടിച്ചെടുക്കുന്നു. ഈയൊരു അഗ്രഷനോടുള്ള പ്രതികരണമായിട്ടാണ് അന്ന് അമേരിക്കൻ സൈന്യം ഓപ്പറേഷൻ ഇൻഹറന്റ് റിസോൾവ് എന്ന പേരിൽ മറ്റൊരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുന്നത്. ഇത്തവണ പക്ഷേ വൻതോതിൽ കരവ്യോമസേനകളെ ഡിപ്ലോയ് ചെയ്യുന്നതിന് പകരം അമേരിക്ക ചെയ്യുന്നത് കൃത്യമായ ഇന്റലിജൻസ് ശേഖരിച്ച് ലോക്കൽ ഫോഴ്സുകളുടെ കൂടി സഹകരണത്തോടെ പ്രിസിഷൻ അറ്റാക്കുകൾ നടത്തുകയാണ്. ഈ സ്ട്രാറ്റജി ഒടുവിൽ ഐസിസിന്റെ സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക് ഖാലിഫേറ്റിനെ ഒരു പരിധിവരെ നിർവീര്യമാക്കുന്നു. ഒബാമയുടെ കാലത്ത് തന്നെയാണ് ഗ്ലോബൽ പോലീസിംഗ് ബലം പ്രയോഗിച്ച് നടത്തുന്നതിന് പകരം അതിനുവേണ്ടി നയതന്ത്രത്തെ കൂടുതലായി അമേരിക്ക ആശ്രയിച്ചു തുടങ്ങുന്നത്. 2015 ഒപ്പിട്ട ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഇറാൻ ന്യൂക്ലിയർ ഡീൽ ഈ നയവ്യതിയാനം വളരെ വ്യക്തമാക്കുന്ന ഒന്നാണ്. ഈ പ്ലാൻ പ്രകാരം ഒരു ആണവശക്തിയായിട്ട് മാറുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, അന്താരാഷ്ട്ര ഇൻസ്പെക്ഷനുകൾക്ക് നിർബന്ധിക്കുക എന്നിങ്ങനെ പലവിധ സമ്മർദ്ദങ്ങളും പകരം റിലീഫ് ഫണ്ടുകളിലേക്ക് ആക്സസ് നൽകിക്കൊണ്ട് അമേരിക്ക ഇറാനുമേൽ ചെലുത്തുന്നു. ഒരു രാജ്യത്തെ ആക്രമിച്ച് അവിടുത്തെ ഭരണാധികാരികളെ മാറ്റി പ്രതിഷ്ഠിക്കുന്ന പതിവിന് വിരുദ്ധമായി അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങൾ, നിരീക്ഷണം, പല കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദം എന്നിവയെ കുറെ കൂടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി തുടങ്ങിയ കാലമായിരുന്നു ഇത്. അമേരിക്കയുടെ ലോക പോലീസിംഗ് ശ്രമങ്ങളുടെ കുറെ കൂടി നയപരമായ ഒരു അധ്യായം. ഈ പരിശ്രമങ്ങളുടെ കേന്ദ്രബിന്ദുവായിരുന്ന പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് 2009 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. സഹകരണം, സംയമനം, സംഭാഷണം എന്നിവയിലേക്ക് ഒബാമയുടെ കാലത്ത് അമേരിക്ക നീങ്ങിയെന്ന് നൊബേൽ പുരസ്കാര സമിതിയും നിരീക്ഷിച്ചു. എന്നാൽ ഒബാമയുടെ കാലത്തും അമേരിക്ക ഒറ്റപ്പെട്ട അക്രമങ്ങൾ വിദേശ മണ്ണിൽ പ്രവർത്തിച്ചിരുന്നു എന്നതുകൊണ്ട് ഈ പുരസ്കാരവും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കുന്നു. ഒബാമയുടെ കാലത്തെ നയങ്ങൾ ഏറെക്കുറെ അതുപോലെ തന്നെ പിന്തുടരുകയാണ് തുടർന്നു വന്ന ട്രംപും ചെയ്യുന്നത്. 2017 ജനങ്ങൾക്ക് നേരെ രാസായുധങ്ങൾ പ്രയോഗിച്ചു എന്ന് ആരോപിച്ച് സിറിയൻ ഭരണാധികാരി അസദിനെതിരെ സിറിയൻ വ്യോമവേശകൾ ലക്ഷ്യമിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾക്ക് ട്രംപ് ഉത്തരവിടുന്നത് ഇതിന്റെ ഉദാഹരണമാണ്. ഇവിടെയും മറ്റു രാജ്യങ്ങളിലേക്ക് അതിക്രമിച്ചു കയറി മെഗാ അധിനിവേശങ്ങൾ നടത്തുന്ന ചെലവ് ഒഴിവാക്കാൻ അമേരിക്ക കാണിച്ചിട്ടുള്ള ശുഷ്കാന്തി ശ്രദ്ധേയമാണ്. 2020കളുടെ തുടക്കത്തോടെയാണ് അമേരിക്കൻ വിദേശ നയം പുതിയൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്ന് തെമ്മാടി രാഷ്ട്രങ്ങളെ മര്യാദ പഠിപ്പിക്കുന്ന പരിപാടി അമേരിക്ക പതുക്കെ ഇക്കാലത്ത് മതിയാക്കുന്നു.
ദുർബലരായ ഈ രാജ്യങ്ങളെക്കാൾ തങ്ങൾക്ക് ഭീഷണി തങ്ങളുടെ പരമ്പരാഗത വൈരികളായിട്ടുള്ള ചൈന, റഷ്യ എന്നീ ശക്തരാണ് എന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. കുത്തഴിഞ്ഞു കിടക്കുന്ന കുഞ്ഞു രാജ്യങ്ങളിൽ ഇടപെടുന്നതിനേക്കാൾ പ്രധാനം വലിയ യുദ്ധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതാണ് എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു. 2021 അമേരിക്ക അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്ന് അവസാനത്തെ സൈനികനെയും പിൻവലിച്ച നടപടി ഈ നയവ്യതിയാനത്തിന്റെ ഭാഗമാണ്. വർഷങ്ങളായി അമേരിക്ക വിദേശ മണ്ണിൽ നടത്തിയിരുന്ന നേഷൻ ബിൽഡിംഗ് എക്സസൈസിനും അതോടെ തിരശ്ശീല വീണു. സന്ദേശം വളരെ കൃത്യമായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇനിയും അമേരിക്കൻ ഗവൺമെന്റ് ട്രില്യൺ കണക്കിന് ഡോളർ പാഴാക്കില്ല. അതിനു പകരം ആഗോളതലത്തിലെ ശാക്തിക സന്തുലനത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കും. അമേരിക്കയുടെ ഈ മാറിയ നിലപാട് പരീക്ഷിക്കപ്പെട്ടത് 2022 റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തിയപ്പോഴാണ്. ഇത്തവണ പതിവ് പോലെ സ്വന്തം ട്രൂപ്പിനെ യുക്രൈന്റെ മണ്ണിലേക്ക് പറഞ്ഞുവിടുന്നതിന് പകരം അമേരിക്ക പരീക്ഷിക്കുന്നത് ഗ്ലോബൽ പോലീസിംഗിന്റെ മറ്റൊരു വ്യതിയാനമാണ്. ഇന്റലിജൻസ്, പടക്കോപ്പുകൾ, സാമ്പത്തിക സഹായം എന്നിങ്ങനെ പല വഴിക്ക് ഏതാണ്ട് $100 ബില്യൺ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക കൊണ്ടിറക്കിയിട്ടുള്ള നിക്ഷേപം. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ആർസനൽ ഓഫ് ഡെമോക്രസി മോഡലിലേക്കുള്ള പ്രകടമായ തിരിച്ചുപോക്കായിരുന്നു ഈ മാറ്റം. രണ്ടാം ലോക മഹായുദ്ധകാലത്തും തുടക്കത്തിൽ അമേരിക്ക ചെയ്തത് അവരവരുടെ ശക്തികളെ കാക്കാൻ തങ്ങളുടെ സഖ്യശക്തികളെ സഹായിക്കുക മാത്രമാണ്. ഭയപ്പെടുത്തി തടഞ്ഞു നിർത്തുക, റഷ്യയെ നയതന്ത്രപരമായി പൂട്ടുക. എന്നാൽ അതേസമയം അപൂർവം ചില സന്ദർഭങ്ങളിൽ തങ്ങളുടെ പ്രധാനപ്പെട്ട താല്പര്യങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ചില ഒറ്റപ്പെട്ട നേരാക്രമണങ്ങളും അമേരിക്കൻ സൈന്യത്തിൽ നിന്നുണ്ടാവുന്നുണ്ട്. 2024 കടൽ മാർഗമുള്ള അന്താരാഷ്ട്ര ചരക്കു ഗതാഗതത്തെ ഹൂത്തികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ അമേരിക്ക നാവികസേന പടക്കപ്പലുകളെ ചെങ്കടലിലേക്ക് വിന്യസിച്ചുകൊണ്ട് നടത്തിയ നീക്കങ്ങൾ ഈ കൂട്ടത്തിൽപ്പെടും. ഇവ അമേരിക്ക നടത്തിയിട്ടുള്ള ഫ്രീഡം ഓഫ് നാവിഗേഷൻ പോലീസിംഗിന്റെ ഉദാഹരണങ്ങളാണ്. ഒരു റീജിയണൽ സെക്യൂരിറ്റി പ്രൊവൈഡർ എന്ന നിലയ്ക്ക് ഇന്ന് US നടത്തുന്ന നീക്കങ്ങൾ പലതും ലോക പോലീസ് കളിക്കുന്നതിനേക്കാൾ സൈനിക പങ്കാളിത്തങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ശാക്തിക സന്തുലനം നിലനിർത്താൻ വേണ്ടി പ്രാദേശിക കക്ഷികളുമായിട്ട് സഖ്യങ്ങൾക്ക് ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള സമവാക്യങ്ങളിൽ ശ്രദ്ധേയമായ ഒന്ന് അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ സഖ്യമായിട്ടുള്ള ക്വാഡാണ്. കൺവെൻഷണൽ നോംസ് പ്രകാരം ക്വാഡ് ഒരു സൈനിക സഖ്യമൊന്നുമല്ല. എന്നാലും അത് ഇൻഡോ പസഫിക് ഏരിയയിൽ, വിശേഷിച്ച് സൗത്ത് ചൈന സീ ഭാഗത്തെ നാവിക സുരക്ഷ, സംയുക്ത സൈനിക പരിശീലനങ്ങൾ, നാവിഗേഷൻ സേഫ്റ്റി എന്നീ കാര്യങ്ങളിൽ സവിശേഷ ശ്രദ്ധ പുലർത്തുന്ന ഒന്നാണ്. സമാനമായ മറ്റൊരു സഖ്യമുള്ളത് ഓക്കുസ് ആണ്. US, UK, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ സഖ്യമാണത്. ഈ കൂട്ടായ്മയിലൂടെ US ചെയ്യുന്നത് കൂടുതൽ മികവാർന്ന ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാനും ആധുനിക പ്രതിരോധ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കാനും ഓസ്ട്രേലിയയെ പ്രാപ്തരാക്കുകയാണ്. ഇത് പസഫിക്കിലെ മിലിറ്ററി ഡിറ്ററൻസിനെ ശക്തിപ്പെടുത്തുകയും പ്രദേശത്തോട് അമേരിക്കയ്ക്കുള്ള ലോങ് ടേം കമ്മിറ്റ്മെന്റിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ക്വാഡ്, ഓക്കസ് പോലെയുള്ള സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിലൂടെ സത്യത്തിൽ അമേരിക്ക ചെയ്യുന്നത് സുരക്ഷാ വിഷയങ്ങളിൽ നേരിട്ടുള്ള ഇടപെടലും ഡിപ്ലോയ്മെന്റും കുറച്ച് സഖ്യങ്ങളിലെ അംഗരാഷ്ട്രങ്ങളുടെ കൂട്ടുത്തരവാദിത്വത്തോടുകൂടി റീജിയണൽ സ്റ്റെബിലിറ്റിയും ഡിറ്ററൻസും ഉറപ്പുവരുത്തുകയാണ്. എന്നാൽ അമേരിക്ക ഇന്ത്യയെ പോലുള്ള വികസന രാജ്യങ്ങളെ ആശ്രയിക്കുമ്പോൾ കാര്യങ്ങൾ അത്രയ്ക്ക് ലളിതമാവില്ല. ഓൺ ഗ്ലോബൽ ഓർഡർ, പവർ, വാല്യൂസ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്റർനാഷണൽ സൊസൈറ്റി എന്ന പുസ്തകത്തിൽ പ്രസിദ്ധ ബ്രിട്ടീഷ് ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ സ്കോളറായിട്ടുള്ള ആൻഡ്രൂ ഹറൽ നിരീക്ഷിക്കുന്നത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ ഗ്രേറ്റ് പവർ സ്റ്റാറ്റസ് ആഗ്രഹിക്കുമ്പോൾ തന്നെ, ലോകശക്തികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവയുടെ ഡെവലപ്പിംഗ് കൺട്രി ഐഡന്റിറ്റി നിലനിർത്താൻ ശ്രമിക്കുന്നവരുമാണ്. പടിഞ്ഞാറൻ ആധിപത്യത്തെയും ഇടപെടലുകളെയും ഒക്കെ സംശയദൃഷ്ടിയോടെ തന്നെ കാണുന്നവരാണ് എന്നാണ്. അമേരിക്കൻ ഹെജമണിക്ക് തലകുലുക്കി സമ്മതം മൂളുന്ന ഇളമുറക്കാരായി നിൽക്കാൻ അവർക്ക് സമ്മതമല്ല. ഇതുണ്ടാക്കുന്ന ഫ്രിക്ഷൻ അമേരിക്കയ്ക്ക് കൈകാര്യം ചെയ്യുക അത്ര എളുപ്പമാവില്ല. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അരങ്ങേറിയ സംഭവങ്ങൾ അമേരിക്കയുടെ നിലവിലെ നിലപാടിനെ കുറിച്ച് ഗൗരവമുള്ള സംശയങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാൻ, വെനസ്വേല വിഷയങ്ങളിൽ അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ അമേരിക്കയുടെ സംയമനത്തോടെയുള്ള നിലപാടുകളിൽ നിന്നുള്ള വ്യതിയാനമാണ് എന്നും തർക്കമുണ്ടാവുന്ന രാജ്യങ്ങൾക്കുമേൽ ശക്തിയും സമ്മർദ്ദവും നിർബന്ധ ബുദ്ധിയും പ്രയോഗിക്കാൻ മടിക്കാത്ത അമേരിക്ക തിരിച്ച് ഓപ്പൺ അഗ്രഷന്റെ പാതയിലേക്ക് പോയി കഴിഞ്ഞുവെന്നും കരുതുന്നവരുണ്ട്. ഇന്ന് ട്രംപ് തന്നെ ഡോൺറോ ഡോക്ട്രൈൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ നയം ഡിപ്ലോമസിക്ക് മേൽ ഡോമിനൻസിനെ പ്രതിഷ്ഠിക്കുന്ന ഒന്നാണ് എന്ന് പലരും കരുതുന്നു. എല്ലാ പ്രശ്നങ്ങളും നയതന്ത്രത്തിലൂടെ പരിഹരിക്കാമെന്ന ഇടക്കാല നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്ന നീക്കങ്ങളാണ് ഇറാനെതിരെ അമേരിക്ക നേരിട്ടും പരോക്ഷമായിട്ടും നടത്തിയിട്ടുള്ളത്. വെനസ്വേലയ്ക്കെതിരെയും നിരന്തരം ചുമത്തുന്ന ഉപരോധങ്ങളിലൂടെ, സൈനിക നടപടികളിലൂടെ, രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലൂടെ പഴയ വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ തങ്ങൾക്ക് എന്ത് ഇടപെടലും ആവാമെന്ന നയത്തിലേക്ക് അമേരിക്ക തിരിച്ചു പോവുകയാണോ എന്ന സംശയങ്ങളും ഉയർന്നു കഴിഞ്ഞു. ഈ നടപടികൾക്കൊക്കെയും അവയുടേതായിട്ടുള്ള പ്രത്യാഘാതങ്ങളുമുണ്ട്. റഷ്യ യുക്രൈനെതിരെ നടത്തിയ കടന്നുകയറ്റത്തെ വിമർശിക്കുന്ന അമേരിക്ക തന്നെ വെനസ്വേലയുടെ പരമാധികാരം ലംഘിച്ചുകൊണ്ട് മഡൂറോയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അത് ട്രംപിനെ വിമർശകരുടെ ക്രോസ് ഹെയറിലേക്ക് നീക്കി നിർത്തി കഴിഞ്ഞു. അമേരിക്ക ഇന്ന് വെനസ്വേലയിൽ കാണിച്ചതുപോലെയുള്ള ഇരട്ടത്താപ്പുകൾ
നാളെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ ഇടപെടലുകൾക്ക് ഒരു മോശം മാതൃക സൃഷ്ടിച്ചേക്കുമെന്ന ആശങ്കയും സജീവമാണ്. ഇന്നലെ യുക്രൈന് നേരെ നടന്നത് ഇന്ന് വെനസ്വേലയ്ക്ക് നേരെ നടന്നു കഴിഞ്ഞു. അത് നാളെ തായ്വാനിൽ ആവർത്തിച്ചേക്കാം. ഗ്രീൻലൻഡ് നാളെ ഒരു അധിനിവേശത്തിന് വിധേയമായാൽ അതിശയമില്ല. ലോകത്തിലെ ദുർബലമായ ഏതൊരു സോവറിൻ നേഷൻ സ്റ്റേറ്റിന് നേരെയും മറ്റൊരു റോക്ക് സ്റ്റേറ്റ് ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചാൽ അതിനെ ന്യായീകരണം ചമയ്ക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള അഗ്രസീവ് ജിയോ പൊളിറ്റിക്സ് ലോകത്തെ തള്ളിവിടുക കടുത്ത അസന്തുലിതാവസ്ഥയിലേക്കാവും. അത് അല്ലെങ്കിൽ തന്നെ ദുർബലാവസ്ഥയിലുള്ള ആഗോള സമാധാനത്തെ ഇനിയും അപകടത്തിലാക്കാനിടയുണ്ട്. ഇന്ത്യയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറിയും പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിരുന്ന ശിവശങ്കർ മേനോൻ തൻ്റെ ഇന്ത്യ ഇൻ എ വേൾഡ് അഡ്രിഫ്റ്റ് എന്ന പുസ്തകത്തിൽ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായൊരു നിരീക്ഷണം ഈ അവസരത്തിൽ പ്രസക്തമാണ്. അദ്ദേഹം ഇന്നത്തെ ലോകത്തെ വിശേഷിപ്പിക്കുന്നത് മിലിറ്ററിലി യൂണിപോളാറും എക്കോണമിക്കലി മൾട്ടിപോളാറും പൊളിറ്റിക്കലി അൺസർട്ടനുമായിട്ടുള്ള ഒന്നാണ്. മിലിറ്ററിലി യൂണിപോളാർ ആണ് എന്ന് പറയാനുള്ള കാരണം അമേരിക്കയ്ക്ക് ആഗോളതലത്തിലുള്ള സൈനിക അപ്രമാദിത്വമാണ്. ലോകഭൂപടത്തിലെ ഏത് തിയേറ്ററിലും മണിക്കൂറുകൾക്കുള്ളിൽ സേനയെ ഡിപ്ലോയ് ചെയ്യാനും എത്ര കാലത്തേക്ക് വേണമെങ്കിലും ചെലവേറിയ യുദ്ധങ്ങളിൽ ഏർപ്പെടാനും ഏത് രാജ്യത്തിന്റെ അതിർത്തി ഭേദിച്ചും പ്രിസിഷൻ അറ്റാക്കുകൾ നടത്താനും ശേഷിയുള്ളത് അമേരിക്കയ്ക്ക് മാത്രമാണ്. എന്നാൽ സൈനിക രംഗത്തെ ഈ അപ്രമാദിത്വം സാമ്പത്തിക മേഖലയിൽ അമേരിക്കയ്ക്കില്ല. അവിടെ അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ യൂറോപ്യൻ യൂണിയനും ചൈനയും ഗ്ലോബൽ സൗത്തിലെ ഡെവലപ്പിംഗ് എക്കോണമികളും ഒക്കെയുണ്ട്. സാമ്പത്തിക രംഗത്തുള്ള ഈ പവർ ഡിസ്ട്രിബ്യൂഷൻ ഗ്ലോബൽ ഗവേണൻസ് സ്ട്രക്ചറുകളിൽ പ്രതിഫലിച്ച് കാണുന്നുമില്ല. ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള പരിണതി വളരെ കൺഫ്യൂസ്ഡും ഫ്രാഗ്മെന്റഡുമായിട്ടുള്ള ഒരു ലോകക്രമമാണ്. ലോകത്തിൽ നിലനിൽക്കേണ്ട സാമാന്യ നിയമങ്ങളെക്കുറിച്ചോ ലോകരാജ്യങ്ങൾ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചോ പ്രകടിപ്പിക്കേണ്ട നേതൃഗുണത്തെക്കുറിച്ചോ ഒന്നും കാര്യമായ അഭിപ്രായ സമന്വയം ഒന്നും തന്നെ കാണുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആഗോള പ്രതിസന്ധി, എന്തെങ്കിലും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ പാൻഡമിക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോടുണ്ടാകേണ്ട ലോകരാജ്യങ്ങളുടെ കലക്റ്റീവ് റെസ്പോൺസ് വൈകും, വളരെ ദുർബലമാകും. UN പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇത്തരം ദുർഘടസന്ധികളിൽ വെറും നോക്കുകുത്തികൾ മാത്രമാവുകയും ചെയ്യും. അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്ന രാജ്യങ്ങൾ തന്നെ ഈ വിഷയങ്ങൾ UN അടക്കമുള്ള വേദികളിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വീകരിക്കുന്ന നടപടികളെ വീറ്റോ ചെയ്ത് കളയുന്നതും പതിവാണ്. ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ഒട്ടുമിക്ക അസ്ഥിരതകളുടെയും കാതലായിട്ടുള്ള കാരണം ലോകത്തിന്റെ ഈ അവസ്ഥ തന്നെയാണ് എന്നും മേനോൻ പറഞ്ഞു വെക്കുന്നു. ഈ പുസ്തകത്തിൽ അഡ്രിഫ്റ്റ് എന്ന വാക്കിനെ മേനോൻ വ്യാഖ്യാനിക്കുന്നത് ഹെജുമോണിക് സ്റ്റെബിലിറ്റി തിയറിയിൽ അന്തർലീനമായിട്ടുള്ള മുന്നറിയിപ്പുകളെ സാധൂകരിക്കുന്ന മട്ടിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചാൾസ് കിൻഡിൽബർഗർ സിദ്ധാന്തവൽക്കരിച്ചത് ലോകത്തിന് നിലവിലെ സിസ്റ്റത്തിനെ പൊളിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരേ ഒരു ഡോമിനന്റ് പവറിന് മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ്. മാർക്കറ്റുകൾ ഓപ്പണാക്കി നിലനിർത്തുന്നത്, ചരക്ക് ഗതാഗതത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പിക്കുന്നത്, അത്യാവശ്യം വരുന്നവർക്ക് വായ്പ കൊടുത്ത് സഹായിക്കുന്നത് ഒക്കെ ഈ സിംഗിൾ ഹെജുമൻ തന്നെയാകും. നിലവിലെ ജിയോപൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ കാണുന്നത് കിൻഡിൽബർഗർ ഭയക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ലോകം ഇന്ന് ഒരു ഹെജുമണിക് ട്രാൻസിഷനിലാണ്. നിലവിൽ ആ അനിഷേധ്യ ശക്തിയായിട്ടുള്ള അമേരിക്ക ഈ ലീഡർഷിപ്പിന്റെ ചെലവുകൾ വഹിക്കാൻ മടി കാണിക്കുന്നു. എന്നാൽ അതേസമയം അമേരിക്കയെ ആ സ്ഥാനത്തു നിന്ന് നീക്കി അവിടെ കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ചൈനയെ പോലെയുള്ള വളർന്നു വരുന്ന ശക്തികൾ തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ആഗോള നിയമങ്ങളെ പരിഷ്കരിക്കാൻ കാണിക്കുന്ന അതേ ഉത്സാഹം അങ്ങനെയൊരു പദവിയിൽ ഇരിക്കുമ്പോൾ നിറവേറ്റേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കാണിക്കുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുക ഒരു വാക്യൂം ഓഫ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ലോക പോലീസ് കളിക്കുന്ന അമേരിക്ക നിലവിൽ സൈനികമായി അവരുടെ അപ്രമാദിത്വം തുടരുമ്പോഴും അമേരിക്ക ഫസ്റ്റ്, ഡോൺറോ ഡോക്ട്രൈൻ തുടങ്ങിയ നിലപാടുകൾ ലോകത്തിന്റെ നന്മ എന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ രാജ്യത്തെ അകറ്റുന്നു. അതേസമയം തന്നെ മേനോൻ പറഞ്ഞ എക്കോണമിക് ബൈപോളാരിറ്റി രാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾക്കും കാരണമാകും. സാമ്പത്തിക ശേഷി പുതിയ പല രാജ്യങ്ങളും ആർജിക്കുകയും നിയമങ്ങളും നയങ്ങളും നിർമ്മിക്കാനുള്ള അധികാരം, അവകാശം ചുരുക്കം ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ നിക്ഷിപ്തമായി തുടരുകയും ചെയ്യുമ്പോൾ ലോകത്തിന്റെ ഹെജമണിക് ഓർഡറിന് ക്ഷയം സംഭവിക്കും. അതിന്റെ സാധുത തന്നെ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുക സമാധാനപൂർവ്വമുള്ള ഒരു അധികാര കൈമാറ്റമല്ല, പകരം അധികാരം പല രാജ്യങ്ങളിൽ ഫ്രാഗ്മെന്റഡ് ആയിട്ട് കിടക്കുന്ന വളരെ അപ്രവചനീയമായ ഒരു ലോകമാണ്. അവിടെ ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് ശക്തി പ്രകടനം നടത്താൻ സാധിക്കില്ല. പുതിയ യുഗത്തിലെ മത്സരം സാങ്കേതിക വിദ്യയിലും സൈബർ രംഗത്തെ മേൽക്കോയ്മയിലുമാണ്. അമേരിക്കയ്ക്ക് ഇന്നും മറ്റു ലോകരാജ്യങ്ങൾക്കുമേൽ സൈനികമായ മുൻകൈ ഉണ്ട് എന്നത് ശരി തന്നെ. എന്നാൽ സാങ്കേതികതയിലും സൈബർ സെക്യൂരിറ്റിയിലും നിമിഷം പ്രതി നടക്കുന്ന വിപ്ലവങ്ങളിൽ മറ്റു പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ചൈന, അമേരിക്കയേക്കാൾ മുന്നിലാണ്. മെയ്ഡ് ഇൻ ചൈന 2025, ഡിജിറ്റൽ സിൽക്ക് റോഡ് തുടങ്ങിയ പദ്ധതികൾ ഈ മേഖലയിലെ അവരുടെ വിഹൃത വീക്ഷണത്തിന്റെ സാക്ഷ്യങ്ങളാണ്. ലോകത്തിന്റെ ഫാക്ടറി എന്ന നിലയിൽ നിന്ന് ലോകത്തിന്റെ പരീക്ഷണശാല എന്ന നിലയിലേക്ക് വളരാനാണ് ചൈന ഇപ്പോൾ ശ്രമിക്കുന്നത്. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, 5G ടെലികമ്മ്യൂണിക്കേഷൻസ് എന്നീ മേഖലകളിൽ സ്വയം പര്യാപ്തത നേടാനും വേൾഡ് ലീഡറായിട്ട് മാറാനും ചൈന ഇന്ന് അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുതന്നെയാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത്. 2000-ൽ ലോകത്തിലെ R&D സ്പെൻഡിന്റെ 40% നടത്തിയിരുന്നത് അമേരിക്കയാണ്. അന്ന് ചൈനയ്ക്ക് 5% താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2020 ആയപ്പോഴേക്കും അമേരിക്കയുടെ പ്രാതിനിധ്യം 30%-ലേക്ക് ഇടിഞ്ഞു താണു. ചൈനയുടെ ഷെയർ ആണെങ്കിൽ 25%-ആയി ഉയരുകയും ചെയ്തു. ഇത് ഇന്നൊവേഷൻ ഗ്യാപ്പ് കാര്യമായിട്ട് കുറച്ചിട്ടുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ ചൈന മറ്റേതൊരു ലോകരാജ്യത്തെയും ഇന്ന് ബഹുദൂരം പിന്നിലാക്കിയിട്ടുണ്ട്. ആധുനിക ബാറ്ററികളും ഹൈപ്പർസോണിക്സും അടക്കമുള്ള 44 റിസർച്ച് ഫീൽഡുകളിൽ 37-ലും ചൈനയാണ് ലോകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നാണ് 2024-ൽ ഓസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനം പറയുന്നത്. ചൈന ഇന്ന് നടത്തുന്ന ഈ ടെക്നോളജിക്കൽ അശ്വമേധത്തിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. കര, നാവിക, വ്യോമ, ബഹിരാകാശ മേഖലകൾക്ക് പുറമെ വോർഫെയറിന്റെ 5ാമത്തെ ഡൊമൈനായിട്ടാണ് ഡിജിറ്റൽ ലോകം അറിയപ്പെടുന്നത്. ശീതയുദ്ധകാലത്ത് രാജ്യങ്ങൾക്കിടയിലെ ഉരസലുകൾ തടയാൻ ന്യൂക്ലിയർ ഡിറ്ററൻസ് ഒന്നു മാത്രം മതിയായിരുന്നുവെങ്കിൽ ഡിജിറ്റൽ ഡൊമൈൻ നിരന്തരമുള്ള ലോ ലെവൽ കോൺഫ്ലിക്റ്റുകൾ പരസ്യമായ ഒരു യുദ്ധപ്രഖ്യാപനവും ഇല്ലാതെ തന്നെ തുടർന്നു പോകാൻ പറ്റുന്ന ഒരു ഗ്രേ സോൺ തന്നെയാണ് ഒരുക്കി നൽകുന്നത്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും പല രാജ്യങ്ങളും ഇന്ന് വാവൈ 5G ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള ചൈനീസ് സാങ്കേതിക സംവിധാനങ്ങളെ ആശ്ലേഷിക്കുമ്പോൾ അമേരിക്കയുടെ ഭയം ചൈന അതിലൂടെ നടത്താൻ ഇടയുള്ള ചാരപ്രവർത്തനവും നിരന്തര നിരീക്ഷണവും ഡാറ്റാ പരമാധികാരം വെല്ലുവിളിക്കപ്പെടുന്നതും ഒക്കെയാണ്. ചൈനയെ പോലെ ഏകാധിപത്യം പുലരുന്നൊരു ഭരണക്രമമുള്ള ഒരു ശത്രു രാജ്യത്തെ ഇതുപോലെയുള്ള ഗ്ലോബൽ ഇന്റർനെറ്റിന്റെ ബാക്ക് ബോൺ നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തുന്നത് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസിന്റെ കില്ലർ സ്വിച്ച് അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് എന്നും അമേരിക്ക കരുതുന്നു. ഈ ആശങ്കയോട് പ്രതികരിച്ചുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഏറ്റവും ഒടുവിലായി ടെക്നോളജിക്കൽ ഡീകപ്ലിംഗ് പോലെയുള്ള നയങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടി വന്നിട്ടുള്ളത്. 2022-ൽ പാസ്സായ ചിപ്സ് ആൻഡ് സയൻസ് ആക്ട് അമേരിക്കൻ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയെ പരിപോഷിപ്പിക്കാനും അമേരിക്കയിൽ നിന്നുള്ള അത്യാധുനിക ചിപ്പുകൾ ചൈനയിലേക്ക് കയറ്റി അയക്കുന്നത് തടയാനും വേണ്ടി വകയിരുത്തിയിട്ടുള്ളത് $52.7 ബില്യൺ ഫണ്ടാണ്. അമേരിക്കയുടെ ഈ നീക്കം 90കളിൽ ഉയർന്നു വന്നിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് സങ്കല്പങ്ങൾക്ക് കടകവിരുദ്ധമാണ്. ചുരുക്കത്തിൽ അമേരിക്ക ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മൺറോയിൽ നിന്ന് ഡോൺറോ ഡോക്ട്രൈനിലേക്കാണ്. അത് വ്യക്തമാക്കുന്നത് അമേരിക്കൻ പവറിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു ചാക്രിക സ്വഭാവവും. അമേരിക്ക തുടങ്ങുന്നത് വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ അതിന്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്. ശേഷമാണ് അവർ ലോക പോലീസ് റോളിലേക്ക് പുരോഗമിച്ചത്. നിലവിൽ തങ്ങളുടെ താല്പര്യങ്ങൾ ചൈനയെ പോലെയുള്ള വളർന്നുവരുന്ന ശക്തികൾ ഹനിക്കാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് അമേരിക്കയുള്ളത്. ഈ അധികാര വടംവലിയുടെ പശ്ചാത്തലവും നിയമങ്ങളും എല്ലാം ഇന്ന് മാറിയിരിക്കുന്നു എന്ന് മാത്രം. 21-ാം നൂറ്റാണ്ടിലെ മത്സരം ആർക്കാണ് കൂടുതൽ എയർക്രാഫ്റ്റ് കാരിയർ പടക്കപ്പലുകൾ ഉള്ളത് എന്നതിലാവില്ല. അത് അൽഗോരിതങ്ങളെയും ഡാറ്റയെയും ആധുനിക ലോകത്തെ ചലിപ്പിക്കുന്ന മൈക്രോ ചിപ്പുകളെയും ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന കാര്യത്തിലാവും. നിലവിലെ സർവശക്തൻ ക്ഷയിക്കുകയും അവന്റെ എതിരാളി ശക്തി ആർജിച്ചു വരികയും ചെയ്യുമ്പോൾ തുലാസിലാടുന്നത് ഈ ലോകത്തിന്റെ സ്ഥിരതയും സമാധാനവും തന്നെയാണ്. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.